ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അധ്യായം 7 മാർഗനിർദ്ദേശം അഥവാ ഡയറക്റ്റിംഗ്. ശ്രദ്ധിക്കേണ്ട കാര്യം, മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഇവയാണ് പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആസൂത്രണം ചെയ്തു, പിന്നെ സംഘാടനം ചെയ്തു, അങ്ങനെയൊക്കെ എന്ത് ചെയ്തു? അത് തുടക്കം കുറിച്ചു. ആസൂത്രണവും സംഘാടനവും മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളുടെ പ്രാഥമിക ഘട്ടങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെ വിവിധ തസ്തികകളിലേക്ക് എന്ത് ചെയ്തു? അർഹരായ ആളുകളെ നിയമിക്കുക എന്ന പ്രവർത്തനം കൂടി നമ്മൾ ചെയ്തു. അതാണെന്ത്? സ്റ്റാഫിംഗ് അഥവാ ഉദ്യോഗവൽക്കരണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വേണ്ടൊരു കാര്യമാണേത്? ജീവനക്കാർക്ക്, നമ്മൾ നേരത്തെ സ്റ്റാഫിങ്ങിലൂടെ തിരഞ്ഞെടുത്ത ജീവനക്കാർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളത്. ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശ്വാസം പകരുന്നത് ജീവനക്കാർക്ക് നൽകുന്ന മാർഗനിർദ്ദേശമാണ്. അതായത് മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു പ്രവർത്തനമാണേത്? ഈ പറയപ്പെടുന്ന ഡയറക്റ്റിംഗ് അഥവാ മാർഗനിർദ്ദേശം. നേരത്തെ നമ്മൾ പഠിച്ചു ആസൂത്രണം, അതുപോലെ സംഘാടനം, ഉദ്യോഗവൽക്കരണം. ഈ 3 ഘട്ടങ്ങളിലും എന്ത് ചെയ്യുന്നില്ല? പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നില്ല. പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നതിന് വേണ്ട ആവശ്യമായ വിഭവങ്ങളെ ഒരുമിച്ച് ചേർക്കുക, ചുമതലകളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ മാർഗനിർദ്ദേശം അഥവാ ഡയറക്റ്റിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്, ശ്വാസം പകരുന്നത് ഒക്കെയാണ്. ജീവനക്കാരെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നതിന് പുറമെ അവർ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതുമാണ്. ആശയവിനിമയത്തിലൂടെയാണ് തീരുമാനങ്ങളും മറ്റ് സന്ദേശങ്ങളും ജീവനക്കാരിലേക്ക് എത്തുന്നത്. ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക, സ്വമനസാലെ ജോലി ചെയ്യാനുള്ള പ്രേരണ നൽകുക, ജീവനക്കാരെ ലക്ഷ്യത്തിലേക്ക് നയിക്കുക എന്നിവ മാർഗനിർദ്ദേശത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, മാർഗനിർദ്ദേശത്തിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, 4 ഘടകങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണവ? ഒന്നാമത്തേത് മേൽനോട്ടം അഥവാ സൂപ്പർവിഷൻ, രണ്ടാമത്തേത് പ്രചോദനം അഥവാ മോട്ടിവേഷൻ, മൂന്നാമത്തേത് നേതൃത്വം അഥവാ ലീഡർഷിപ്പ്, നാലാമത്തേത് ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ എന്നീ 4 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഏത്? മാർഗനിർദ്ദേശം എന്നറിയപ്പെടുന്നത്. മാർഗനിർദ്ദേശത്തിൻ്റെ 4 ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ എഴുതി വെക്കണം. മേൽനോട്ടം അഥവാ സൂപ്പർവിഷൻ, പ്രചോദനം അഥവാ മോട്ടിവേഷൻ, നേതൃത്വം അഥവാ ലീഡർഷിപ്പ്, ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് അല്ലേ? സാധാരണ അർത്ഥത്തിൽ മാർഗനിർദ്ദേശം എന്നതിനർത്ഥം നിർദ്ദേശങ്ങൾ നൽകുക, ജോലി ചെയ്യുന്നതിന് ആളുകളെ നയിക്കുക എന്നുള്ളതൊക്കെയാണ്. മാനേജ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ലക്ഷ്യങ്ങൾ നേടുന്നതിന് സ്ഥാപനത്തിലെ ജീവനക്കാരെ നിർദ്ദേശിക്കുക, വഴികാട്ടുക, പ്രചോദിപ്പിക്കുക, പ്രബോധിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നതിന് നമുക്കെന്ത് പറയാം? മാർഗനിർദ്ദേശം എന്ന് പറയുവാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് നോക്കാം മാർഗനിർദ്ദേശം അല്ലേ? മാർഗനിർദ്ദേശം ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അല്ലേ? ക്രിക്കറ്റ് കളിയിലെ കോച്ച് അല്ലേ? ക്രിക്കറ്റ് കളിയിൽ കോച്ചിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോച്ച് അല്ലേ? ക്രിക്കറ്റ് ടീമിന് ഒരു കോച്ച് ഉണ്ടാവും അല്ലേ? ബാറ്റിംഗ് പഠിപ്പിച്ചെടുക്കുന്നതിന് ഒരു ബാറ്റിംഗ് കോച്ച് ഉണ്ടാവും, ബോളിംഗ് പഠിപ്പിക്കുന്നതിന് ഒരു ബോളിംഗ് കോച്ച് ഉണ്ടാവും. അതൊന്നും അല്ലാതെ മെയിൻ കോച്ച് വേറെ ഉണ്ടാവും. അതുപോലെ ഫീൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് ഒരു ഫീൽഡിംഗ് കോച്ചൊക്കെ ഉണ്ടാവും അല്ലേ? ഇങ്ങനെ വിവിധ കോച്ചുകൾ ഉണ്ടാവും അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ കോച്ച് എന്ത് ചെയ്യും? തൻ്റെ ടീമിലെ കളിക്കാർക്ക് എന്ത് ചെയ്യും? നിർദ്ദേശങ്ങൾ നൽകും അല്ലേ? നിർദ്ദേശങ്ങൾ നൽകും. കളിക്കാർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെല്ലാമാണ് പോരായ്മകൾ ഉള്ളത് എന്ന് കണ്ടെത്തി അത് നികത്തുന്നതിന് വേണ്ടിയിട്ട് അവരെങ്ങനെയാണ് കളിക്കേണ്ടത്, എങ്ങനെയാണ് ഫീൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബോൾ ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതിനാണ് കോച്ചുള്ളത്. നിർദ്ദേശങ്ങൾ ഇങ്ങനെ നൽകും. അങ്ങനെ എന്ത് ചെയ്യും? നിർദ്ദേശങ്ങൾ നൽകുന്നതിലൂടെ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? എന്ത് വരുത്താൻ സാധിക്കും? മാറ്റം വരുത്തുവാൻ സാധിക്കും. അവരുടെ പ്രവർത്തനത്തിലൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും അല്ലേ? പഠിക്കുന്നൊരു കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടി പഠിക്കുന്ന, എഴുതുന്ന, വായിക്കുന്ന രീതിയൊക്കെ തെറ്റാണ് എന്ന് കണ്ടാൽ ടീച്ചർ എന്ത് ചെയ്യുന്നു? അയാൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇങ്ങനെയാണ് വായിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും കുട്ടിയിൽ എന്ത് ചെയ്യുന്നു? മാറ്റങ്ങളുണ്ടാകുന്നു ഇല്ലേ? കുട്ടിയിൽ മാറ്റങ്ങളുണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് ബിസിനസ്സിലും അല്ലേ? ഒരു ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനെയും ഒരു സ്ഥാപനത്തിൻ്റെ മാനേജരെയും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് താരതമ്യം ചെയ്യാം.
ഒരു ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനും ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറും. രണ്ട് പേരും ഒരേ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ടീമിലെ മറ്റംഗങ്ങൾക്ക് എന്ത് ചെയ്യും? ക്യാപ്റ്റൻ നിർദ്ദേശം നൽകുന്നത് പോലെ അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ക്രിക്കറ്റ് കളി തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും ഒരുമിച്ച് കൂടി അല്ലേ വട്ടത്തിൽ നിന്നിട്ട് അല്ലേ ക്യാപ്റ്റൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്, ക്യാപ്റ്റൻ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. അതുപോലെ അല്ലേ ഒരു സിനിമാ സംവിധായകൻ അല്ലേ തൻ്റെ അഭിനേതാക്കൾക്ക് നിർദ്ദേശം കൊടുക്കും. അഭിനയിക്കുന്ന സമയത്ത് അങ്ങനെ പോരാ, ഭാവം വരണം, ഇങ്ങനെ അഭിനയിക്കണം, ഇത്ര കരച്ചിൽ വേണ്ട, ഇത്ര ഇമോഷൻ മതി, ഇങ്ങനെ ചെയ്യണം, അവിടെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറില്ലേ? അതുപോലെ അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത് പോലെ ഒരു മാനേജർ, ഒരു ബിസിനസ് സ്ഥാപനത്തിലെ മാനേജർ എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ കീ ജീവനക്കാർക്കും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പ്രക്രിയ ആവശ്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഹറോൾഡ് കൂൺസ് എന്നറിയപ്പെടുന്ന ഒരാൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു ഡയറക്ഷനെ. ഇങ്ങനെയാണ്: ഡയറക്ഷൻ ഈസ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. ഡയറക്ഷൻ എന്ന് പറയുന്നൊരു സങ്കീർണമായിട്ടുള്ള ഫംഗ്ഷനാണ്. ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എല്ലാതരം പ്രവർത്തനങ്ങളും വിച്ച് ആർ ഡിസൈൻഡ് ടു എൻകറേജ് എ സബോർഡിനേറ്റ് ടു വർക്ക് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. കീഴെ ജോലി എടുക്കുന്ന കീ ജീവനക്കാർക്ക് അവരുടെ തൊഴിൽ ഫലപ്രദമായിട്ടും സമർത്ഥമായിട്ട് നിർവഹിക്കുന്നതിന് പ്രേരണ നൽകാനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്താണ്? മാർഗനിർദ്ദേശം എന്ന് പറയാം. അതായത് കീഴെ ജോലി എടുക്കുന്ന കീ ജീവനക്കാർക്ക് അവരുടെ ജോലി ഫലപ്രദമായും സമർത്ഥമായും നിർവഹിക്കുന്നതിന് പ്രേരണ നൽകാനായി രൂപകൽപ്പന ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും. അതായത് കീയാളർ എന്നല്ല, നമ്മൾ കീ ജീവനക്കാർക്ക് അവരുടെ ജോലി ഫലപ്രദമായി ചെയ്തു തീർക്കുന്നതിന് പ്രേരണ നൽകാനായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു പ്രവർത്തനത്തെയും നമുക്ക് എന്ത് പറയുവാൻ സാധിക്കും? ഇവിടെ മാർഗനിർദ്ദേശം എന്ന് പറയുവാൻ സാധിക്കുമെന്നുള്ളതാണ്. സ്ഥാപനത്തിൻ്റെ പൊതു ലക്ഷ്യം നേടുന്നതിന് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകുക, മേൽനോട്ടം വഹിക്കുക, പ്രേരണ നൽകുക, അതുപോലെ നേതൃത്വം നൽകുക എന്നീ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് മാർഗനിർദ്ദേശം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. ഇതിലെന്ത് ചെയ്യുക? ജീവനക്കാരുടെ അവരുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ എന്ത് ചെയ്യുന്നു? മാർഗനിർദ്ദേശത്തിലൂടെ സാധിക്കും. അടുത്ത നമുക്ക് നോക്കാം മാർഗനിർദ്ദേശത്തിൻ്റെ സവിശേഷതകൾ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് മാർഗനിർദ്ദേശം പ്രവർത്തനത്തിന് വഴിയൊരുക്കുന്നു. മാർഗനിർദ്ദേശം ഒരു പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ ധർമ്മമാണ്, ഫംഗ്ഷനാണ് പറഞ്ഞു. മറ്റ് ഫംഗ്ഷനുകൾ പ്രവർത്തനത്തിനായി ഒരു ക്രമീകരണം തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ആസൂത്രണവും സംഘാടനവും ഉദ്യോഗവൽക്കരണവും എല്ലാം മാനേജ്മെൻറ്റിലെ ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ, അറേഞ്ച്മെൻറ്റ് ഒരുക്കുകയാണ് ചെയ്യുന്നത്. മാർഗനിർദ്ദേശം ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് വഴിയൊരുക്കുന്നു. ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ. പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് ഏതിലൂടെയാണ്? മാർഗനിർദ്ദേശത്തിലൂടെയാണ്. രണ്ടാമത്തേത്, മാർഗനിർദ്ദേശം സർവ്വതല വ്യാപിയാണ്. എന്താണ്? മാർഗനിർദ്ദേശം സർവ്വതല വ്യാപിയാണ് എന്നറിയപ്പെടുന്നു. അതായത് മാനേജ്മെൻറ്റ് എല്ലാ തലങ്ങളിലുമുണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എല്ലാ തലത്തിലുമുണ്ട്. പിന്നെയോ ഈ മാർഗനിർദ്ദേശം തുടർച്ചയായ പ്രക്രിയയാണ്. അതായത് 4 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലേ? മേൽനോട്ടം, ആശയവിനിമയം, നേതൃത്വം, പ്രചോദനം അല്ലേ? മാർഗനിർദ്ദേശ പ്രക്രിയയിലുള്ളതാണ്. ഇത് ഒരു ഓർഗനൈസേഷൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യണം? ഇത് തുടർന്നുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെയോ മാർഗനിർദ്ദേശ പ്രക്രിയ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ടോപ്പ് ലെവലിൽ നിന്ന്, ഒരു സ്ഥാപനത്തിൻ്റെ മുകൾ തട്ടിൽ നിന്ന് താഴേക്കാണ് എന്ത് ചെയ്യുന്നത്? മാർഗനിർദ്ദേശങ്ങൾ ഒഴുകുന്നത്, അല്ലെങ്കിൽ മാർഗനിർദ്ദേശ പ്രവർത്തനം നടക്കുന്നത്. സ്ഥാപനത്തിൻ്റെ അധികാര ശ്രേണിയുടെ മുകൾ തട്ടിൽ നിന്നും താഴേക്കാണ്, ടോപ്പ് ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്കാണ് മാർഗനിർദ്ദേശങ്ങൾ പോകുന്നത്. അതായത് ഏറ്റവും മുകളിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, CEO, CFO പോലെയുള്ള ആളുകളിൽ നിന്നും താഴെ ജോലി ചെയ്യുന്ന തൊഴിലാളികളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇത് മാർഗനിർദ്ദേശം താഴേക്കാണ് വരുന്നത് എന്ന് ചിന്തിക്കുക. ഓരോ അതായത് മേലുദ്യോഗസ്ഥരിൽ നിന്നുമാണ് കീ ജീവനക്കാർക്ക് എന്ത് ചെയ്യുന്നത്? മാർഗനിർദ്ദേശങ്ങൾ കിട്ടുന്നത്. മേലുദ്യോഗസ്ഥരിൽ നിന്നും കീഴ് ജീവനക്കാർക്ക് മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നു. മേലുദ്യോഗസ്ഥരിൽ നിന്നുമാണ് കീ ജീവനക്കാരൻ എന്ത് സ്വീകരിക്കേണ്ടത്? മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നാണ് പറയുന്നത്.
അടുത്തതാണ് മാർഗനിർദ്ദേശത്തിൻ്റെ പ്രാധാന്യം. ഓക്കെ, നമുക്കറിയാം മാർഗനിർദ്ദേശത്തിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. ഓക്കെ, ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരന് അയാൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശം ലഭിക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് അയാളുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തും. ഒരു പ്രവൃത്തി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശം ലഭിച്ചിട്ടില്ല എങ്കിൽ അത് മറ്റു പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യും, കാരണമാകും. പ്രവർത്തനം കാര്യമായി ചെയ്യാൻ സാധിക്കാതെ വന്നേക്കാം. അതിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാർഗനിർദ്ദേശത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒന്നാമത്തേതാണ് മാർഗനിർദ്ദേശം പ്രവർത്തനത്തിന് വഴിയൊരുക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മാർഗനിർദ്ദേശത്തിലൂടെ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനാവശ്യമുള്ള രീതിയിൽ പ്രകടനം നടത്താൻ വ്യക്തികളെ പ്രേരിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെയോ ജീവനക്കാരുടെ ശ്രമങ്ങളെ സമന്വയിപ്പിക്കുന്നു, ഏകോപിപ്പിക്കുന്നു. ഒരു സ്ഥാപനത്തിലെ അംഗങ്ങൾക്കിടയിൽ പരസ്പര ധാരണയും കൂട്ടായ പ്രവർത്തനവും സാധിച്ചെടുക്കാൻ മാർഗനിർദ്ദേശം സഹായിക്കുന്നു. എല്ലാ ജീവനക്കാരെയും ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തേത് പ്രചോദനത്തിൻ്റെ മാർഗങ്ങളാണിവ. എന്താണ്? ബിസിനസ്സിൽ നിന്ന് മികച്ച ഫലം ലഭിക്കുന്നതിന് തൊഴിലാളികളുടെ അവരെ പരമാവധി സംഭാവന ചെയ്യാൻ പ്രേരിപ്പിക്കേണ്ട ആവശ്യമാണ്. ശരിയായ പ്രചോദനം, മോട്ടിവേഷൻ നൽകുന്നതിലൂടെ ഇത് സാധ്യമാണ്. പിന്നെയോ ഓർഗനൈസേഷനിൽ സ്ഥിരതയും സന്തുലിതാവസ്ഥയും ഉറപ്പുവരുത്തുന്നു. ജീവനക്കാരുടെ പൂർണ്ണ സഹകരണം, ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ സ്ഥാപനത്തിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ, സന്തുലിതാവസ്ഥ, ഈക്വാലിറ്റി കൊണ്ടുവരാൻ എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. പരസ്പര ആശയവിനിമയത്തിലൂടെ വിവിധ വകുപ്പുകൾ പരസ്പര പിന്തുണയോടും കൂടി പ്രവർത്തിക്കാൻ മാർഗനിർദ്ദേശം അവസരമൊരുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓർഗനൈസേഷനിലെ മാറ്റങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നു. സ്ഥാപനത്തിൽ മാറ്റം കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു. ജീവനക്കാർ പൊതുവെ മാറ്റങ്ങളെ ഇഷ്ടപ്പെടാത്തവരാണ്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് മാറ്റങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്. കാര്യക്ഷമമായ ആശയവിനിമയം, നേതൃത്വം, പ്രചോദനം എന്നിവയിലൂടെ ജീവനക്കാരുടെ എതിർപ്പുകൾ മറികടക്കാനും മാറ്റങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാനും സാധിക്കും. നമുക്കറിയാം, ഈ ഗവൺമെൻറ് ഇതിലൊക്കെ ഓഫീസിലൊക്കെ പലപ്പോഴും ഈ നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുകൾ വെക്കുക, അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അറ്റൻഡൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറുകൾ സ്ഥാപിക്കുക. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു. തൊഴിലാളികൾ അത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഉദാഹരണമാണത്. അപ്പോൾ എന്ത് ചെയ്യണം, പ്രചോദിപ്പിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആണ് എന്ത് ചെയ്യേണ്ടത്, ഇത് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അതിൽ പറയുന്നത്. അടുത്തത് മാർഗനിർദ്ദേശത്തിൻ്റെ തത്വങ്ങൾ, പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റിംഗ്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത മനോഭാവമുള്ള വ്യക്തികൾക്കാണ് ഒരു മാനേജർ നിർദ്ദേശം നൽകേണ്ടത്. അതായത് വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരാണ്. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അപ്പോൾ വ്യത്യസ്ത മനോഭാവത്തോട് കൂടിയിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരേ തരത്തിലുള്ള ആളുകൾ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വ്യത്യസ്ത മനോഭാവമുള്ള വ്യക്തികൾക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു മാനേജർ നിർദ്ദേശങ്ങൾ നൽകേണ്ടത്. അതിനാൽ എന്ത് ചെയ്യണം, ഇത് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. ആളുകളെ മാനേജർക്ക് എന്ത് ചെയ്യുക, തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു പ്രവൃത്തിയായിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ, മാർഗനിർദ്ദേശം ഫലപ്രദമായി നിർവഹിക്കുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, ചില തത്വങ്ങൾ ഉണ്ട്. ആ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഓരോ തൊഴിലാളിയിലേക്കും എത്തിക്കുവാൻ സാധിക്കും. ഒന്നാമത്തെ മാർഗനിർദ്ദേശത്തിൻ്റെ തത്വങ്ങളാണ് പരമാവധി വ്യക്തിഗത സംഭാവന, മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി ഓരോ വ്യക്തിയും അയാൾക്ക് സാധ്യമായ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നതാണ് ഈ തത്വം. നമ്മൾ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപനത്തിലെ ഓരോ തൊഴിലാളിയും എന്ത് ചെയ്യണം, തൻ്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തണം എന്നതാണ് ഈ തത്വം. ധനപരവും അല്ലാത്തതുമായ പ്രേരകങ്ങൾ നൽകി ജീവനക്കാരെ പ്രചോദിപ്പിച്ച് അവരുടെ പരമാവധി അധ്വാനം സ്ഥാപനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയും.
ധനപരം എന്ന് വെച്ചാൽ എന്താണ്? സാമ്പത്തികമായി തൊഴിലാളികൾക്ക് ശമ്പളമോ മറ്റുള്ളതൊക്കെ കൊടുക്കുക. അതുപോലെ സാമ്പത്തികമല്ലാത്ത രീതിയിലുള്ള പ്രേരകങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വീട്, അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റി, കാറ്, ബൈക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ജീവനക്കാരെ പ്രചോദിപ്പിച്ചുകൊണ്ട് അവരുടെ പരമാവധി അധ്വാനം സ്ഥാപനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. രണ്ടാമത്തേതോ ലക്ഷ്യങ്ങളുടെ യോജിപ്പ്. പലപ്പോഴും ജീവനക്കാരുടെ വ്യക്തിഗത ലക്ഷ്യങ്ങളും സംഘടനാ ലക്ഷ്യങ്ങളും പരസ്പരം വൈരുദ്ധ്യമുള്ളതായി കാണാം. ഉറപ്പല്ലേ? ജീവനക്കാരുടെ വ്യക്തി താല്പര്യങ്ങളും സ്ഥാപനത്തിൻ്റെ പൊതു താല്പര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണമായിട്ട് ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായിരിക്കും വ്യക്തിഗത താല്പര്യം. ഓരോ തൊഴിലാളിയും ആഗ്രഹിക്കുന്നത് ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമാണ്. എന്നാൽ ജീവനക്കാരുടെ കഠിനാധ്വാനത്തിലൂടെ ഉയർന്ന ലാഭമായിരിക്കും സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. എങ്ങനെയാണ്? തൊഴിലാളികൾക്ക് ഉയർന്ന ശമ്പളമാണ്, പക്ഷേ ഉടമസ്ഥൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഉയർന്ന ലാഭമാണ്. ജീവനക്കാരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് സ്ഥാപനത്തിൻ്റെ താല്പര്യം നേടിയെടുക്കാൻ ജീവനക്കാരെ സജ്ജരാക്കുക എന്നതാണ് ഈ തത്വം ലക്ഷ്യമിടുന്നത്. എന്താ പറയുന്നത്? ജീവനക്കാരുടെ താല്പര്യം സംരക്ഷിക്കുക, അവർക്ക് പരമാവധി നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇത്. അതായത് അതിനുള്ളൊരു യോജിപ്പ് അവിടെ ഉണ്ടാവണം. മൂന്നാമത്തേത് ആജ്ഞാ ഐക്യം, യൂണിറ്റി ഓഫ് കമാൻഡ്. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കീഴ് ജീവനക്കാരൻ ഒരു മേലധികാരിയിൽ നിന്ന് മാത്രമേ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ പാടുള്ളൂ. ഒരു കീഴ് ജീവനക്കാരൻ ഒരു മേലധികാരിയിൽ നിന്ന് മാത്രമേ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ പാടുള്ളൂ. ഒന്നിലധികം മേലധികാരികളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ആശയക്കുഴപ്പത്തിനും ജോലി ഇരട്ടിപ്പിനും കാരണമാകും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു തൊഴിലാളി, താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന കീഴ് ജീവനക്കാരൻ, അയാൾ തീരുമാനങ്ങൾ, അയാൾ ഓർഡറുകൾ സ്വീകരിക്കേണ്ടത്, നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടത് അയാളോട് പറഞ്ഞു, നിങ്ങൾ പ്രൊഡക്ഷൻ മാനേജറുടെ അടുത്തു നിന്നും അതുപോലെ സെയിൽസ് മാനേജറുടെ അടുത്തു നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അയാൾ രണ്ട് ഭാഗത്തു നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു. ഒരേ സമയം അയാൾക്ക് രണ്ട് കാര്യങ്ങൾ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അയാൾക്ക് നിർദ്ദേശം ലഭിക്കുന്നു. അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? രണ്ടാളുകളിൽ നിന്നും നിർദ്ദേശം ലഭിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? രണ്ട് ഉയർന്ന മേലുദ്യോഗസ്ഥരുടെ എണ്ണം കൂടുതലും ഒരു കീഴ് ജീവനക്കാരൻ ഒന്നിലധികം മേലുദ്യോഗസ്ഥരിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാൽ അവിടെ കോൺഫ്ലിക്റ്റ്, അഭിപ്രായ വ്യത്യാസങ്ങൾ, വൈഷമ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം വൃത്തിയായി ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ജോലി ഇരട്ടിപ്പ്, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവും. അതായത് ഒരേ ജോലി തന്നെ ഒന്നിലധികം തവണ ചെയ്യുന്നത് പോലെ ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് ആജ്ഞാ ഐക്യം, യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടാവണം. ഒരേ സമയം ഒരു കീഴ് ജീവനക്കാരൻ ഒരു മേലുദ്യോഗസ്ഥനിൽ നിന്ന് മാത്രമേ എന്ത് സ്വീകരിക്കാൻ പാടുള്ളൂ? നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ പാടുള്ളൂ. പിന്നെയോ സങ്കേതങ്ങളുടെ അനുയോജ്യത, അതാണ് പറയുന്നത്. അപ്രോപ്രിയേറ്റ് ഡയറക്ഷൻ ടെക്നിക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉചിതമായ മാർഗനിർദ്ദേശ തന്ത്രങ്ങൾ. ഈ തത്വമനുസരിച്ച് കീഴ് ജീവനക്കാരൻ്റെ ആവശ്യങ്ങൾ, കഴിവുകൾ, മനോഭാവം എന്നിവയെ അടിസ്ഥാനമാക്കി ആളുകളെ നയിക്കുമ്പോൾ ഉചിതമായ പ്രചോദനവും നേതൃത്വ സാങ്കേതികതയും ഉപയോഗിക്കണം. ഉദാഹരണത്തിന്, ചില ആളുകൾക്ക് പണം ശക്തമായ പ്രചോദകമാകും, മറ്റുള്ളവർക്ക് സ്ഥാനക്കയറ്റമായിരിക്കും. അതായത് ഓരോ ജീവനക്കാരൻ്റെയും ആവശ്യവും കഴിവും മനോഭാവവും മനസ്സിലാക്കിക്കൊണ്ട് വേണം അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ, കാര്യങ്ങൾ ചെയ്യുവാൻ. പ്രചോദനം നൽകുമ്പോൾ, തൊഴിലാളികൾക്ക് പ്രചോദനം നൽകുമ്പോൾ അവർക്ക് എന്തിനോടാണോ താല്പര്യം അതുമായി ബന്ധപ്പെട്ട പ്രചോദനമായിരിക്കണം നൽകേണ്ടത്. നിങ്ങളിങ്ങനെ ജോലി എടുത്താൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം കിട്ടും. സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാരോട് പറയാം, നിങ്ങളിങ്ങനെ ജോലി എടുത്താൽ നിങ്ങൾ സ്ഥാനക്കയറ്റം കിട്ടും, ഇങ്ങനെയാണെന്നുള്ളത്. ഇനി അതല്ല, ഇങ്ങനെ ജോലി എടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞ് ഏതാണോ ഒരാൾക്ക് ഏറ്റവും ഒരു കീഴ് ജീവനക്കാരൻ്റെ ആവശ്യം അതിനനുസരിച്ച് കൊണ്ടുള്ള പ്രചോദനമായിരിക്കണം നൽകേണ്ടത് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ആശയവിനിമയം. മാർഗനിർദ്ദേശം ഫലവത്താകണമെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്തണം. കീഴ് ജീവനക്കാർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ മേലുദ്യോഗസ്ഥർ നൽകണം. അതാണ് ഉദ്ദേശിക്കുന്നത്. കീഴ് ജീവനക്കാർക്ക് വ്യക്തമായി നിർദ്ദേശങ്ങൾ നൽകണം. ആര്? മേലുദ്യോഗസ്ഥർ. അവരുടെ പ്രതികരണത്തിലൂടെ അവർ ആശയ വ്യക്തത കൈവരിച്ചു എന്ന് മാനേജർമാർ ഉറപ്പുവരുത്തണം. അതായത് ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ ആ കാര്യം കീഴ് ജീവനക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി കൊടുക്കണം, വ്യക്തത വരുത്തണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ആശയവിനിമയത്തിൽ പറയുന്നത്. ആശയവിനിമയം നിർബന്ധമാണ്. പിന്നെ അനൗപചാരിക സംഘടനകളുടെ ഉപയോഗം.
സ്ഥാപനത്തിലുള്ള അനൗപചാരിക സംഘടനകളുടെ സ്വാധീനം ഗുണപരമായി പ്രയോജനപ്പെടുത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു സ്ഥാപനത്തിൽ തന്നെ അനൗപചാരികമായ സംഘടനകൾ ഉണ്ടാവും, അനൗപചാരികമായ ഗ്രൂപ്പുകൾ. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ വാട്സപ്പ് ഗ്രൂപ്പുകൾ. സ്കൂളിലെ ടീച്ചർ ഉൾപ്പെടുന്ന ഒരു ഔപചാരികമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു ഫോർമലായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാവും. മാത്രമല്ല സ്കൂളിലെ കുട്ടികളിലെ ആ ക്ലാസ്സിലെ കുട്ടികൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു അനൗപചാരിക വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാവും അല്ലേ. അനൗപചാരിക ഗ്രൂപ്പാണെങ്കിൽ എന്താണ് പ്രത്യേകത? അവിടെ എന്തും പറയാം, അവിടെ സ്ട്രക്ചേർഡ് അല്ല, കാര്യങ്ങൾ എന്തും പറയാം, എന്ത് രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറയാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അനൗപചാരികമായ ഗ്രൂപ്പുകൾ, അനൗപചാരികമായ സംഘടനകൾ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക. അത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം സംഘടനകളെ കണ്ടെത്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെയോ നേതൃത്വത്തിൻ്റെ പങ്ക്. മാനേജർക്ക് നല്ല നേതൃഗുണമുണ്ടെങ്കിൽ മാത്രമേ ജീവനക്കാരെ സ്വാധീനിക്കാൻ കഴിയുകയുള്ളൂ. ജീവനക്കാർക്ക് അതിർത്തി ഉണ്ടാകാതെ കഠിനാധ്വാനം ചെയ്യാൻ അവരെ സജ്ജരാക്കുന്നതിന് നേതൃപാഠവും വേണം. നേതൃപാഠവും ഉള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ജീവനക്കാരെ സ്വാധീനിക്കാൻ സാധിക്കുള്ളൂ. കുറച്ച് നാളുകൾക്ക് മുന്നേ നിങ്ങൾ ഒരുപക്ഷെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ചെന്നൈയിൽ ഒരു ഫാക്ടറിയിലെ ഒരു മാനേജർ, അയാളെ അവിടെയുള്ള തൊഴിലാളികൾ എന്ത് ചെയ്തു, എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങോട്ട് തല്ലിക്കൊല്ലുകയാണ് ഉണ്ടായത്. നേതൃപാഠവുമുള്ള തൊഴിലാളികളെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഇതുണ്ടാവണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അങ്ങനെ സ്വാധീനിക്കണം, അതായത് തൊഴിലാളികളെ സ്വാധീനിക്കാൻ കഴിയണം, അതിനുള്ള നേതൃപാഠവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പിന്തുടരുക, ഫോളോ ത്രൂ, പൂർണ്ണമായ അനുധാവനം എന്ന് പറയും. ആജ്ഞകൾ കൊടുക്കുന്നത് കൊണ്ട് മാത്രം മാർഗനിർദ്ദേശം പൂർണ്ണമാകില്ല. നമ്മൾ തൊഴിലാളികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകിയെന്ന് വിചാരിക്കുക. ജീവനക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം അവ പിന്തുടരുകയും നടപ്പിലാക്കുന്നുണ്ടോ എന്ന് വിശകലനം ചെയ്യുകയും വേണം. തൊഴിലാളികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ നൽകിക്കഴിഞ്ഞു. ആ മാർഗനിർദ്ദേശങ്ങൾ അവർ പിന്തുടരുന്നുണ്ടോ എന്നും നടപ്പിലാക്കുന്നുണ്ടോ എന്നും വിശകലനം ചെയ്യണം. ആവശ്യഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തണം. ആ മാറ്റങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതാണ് മാർഗനിർദ്ദേശത്തിൻ്റെ ഘടകങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. 4 കാര്യങ്ങളാണ് മാർഗനിർദ്ദേശവുമായി ബന്ധപ്പെട്ടുള്ളത്. മേൽനോട്ടം അഥവാ സൂപ്പർവിഷൻ, പ്രചോദനം അഥവാ മോട്ടിവേഷൻ, നേതൃത്വം അഥവാ ലീഡർഷിപ്പ്, ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെ ഈ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മാർഗനിർദ്ദേശത്തിൻ്റെ ഘടകങ്ങൾ. ഈ ഘടകങ്ങളെ പ്രത്യേകമായിട്ടാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് മേൽനോട്ടം എന്നുള്ളതാണ്. മേൽനോട്ടം, സൂപ്പർവിഷൻ. ഈ മേൽനോട്ടം ചെയ്യുന്ന ഒരാളെ നമുക്ക് എന്ത് വിളിക്കാം? മേൽനോട്ടം എന്ന് വെച്ചാൽ സൂപ്പർവിഷൻ ആണല്ലോ. അപ്പോൾ മേൽനോട്ടം എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? സൂപ്പർവൈസർ എന്ന് വിളിക്കാം അല്ലേ. മേൽനോട്ടം എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളെന്ന് വിളിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കെട്ടിട നിർമ്മാണം നടക്കുകയാണ്. ഒരുപാട് തൊഴിലാളികളുണ്ട്, അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഓക്കെ, അന്യസംസ്ഥാന തൊഴിലാളികളോട് ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നോക്കി നടക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അയാളാണ് സൂപ്പർവൈസർ. അതായത് ഒരു പ്രവർത്തനത്തെ മേൽനോട്ടം വഹിക്കുന്ന ആളാണ് ആര്? മുകളിൽ നിന്നും നോക്കിക്കാണുന്ന എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, മേൽനോട്ടം എന്നുള്ളതിൻ്റെ സൂപ്പർവൈസ് ചെയ്യുക എന്ന് വെച്ചാൽ മുകളിൽ നിന്നും നോക്കിക്കാണുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു കെട്ടിട നിർമ്മാണമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, തൊഴിലാളികൾ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ തൊഴിലാളികളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കും. അയാളെ പറയുന്ന പേരെന്താ? സൂപ്പർവൈസർ എന്നാണ് അല്ലേ. മേൽനോട്ടക്കാരൻ എന്ന് നമ്മൾ വിളിക്കും. ഒരു മേൽനോട്ടക്കാരൻ ഉണ്ടാവും. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവർ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ നോക്കാൻ ഒരാൾ വേണം. അവർ ചിലപ്പോൾ കാര്യമായിട്ട് ചെയ്തുകൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരാണെങ്കിൽ തന്നെ ചിലപ്പോൾ ചെയ്തുകൊള്ളണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അവർക്ക് ഒരു മേൽനോട്ടക്കാരൻ്റെ ആവശ്യമുണ്ട്. അവരെന്ത് ചെയ്യും, നോക്കും. ഇപ്പോൾ ഒരു കെട്ടിട നിർമ്മാണമാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ കൃത്യമായ അളവിലാണോ സിമൻറ്റ് കൂട്ടുന്നത്, മണൽ എംസാൻഡൊക്കെ കൃത്യ അളവിലാണോ എടുക്കുന്നത്, ആവശ്യത്തിന് മെറ്റലെടുക്കുന്നുണ്ടോ, വെള്ളം വേസ്റ്റ് ആക്കുന്നുണ്ടോ, അതുപോലെ കൃത്യമായ സമയത്ത് ജോലി തീർക്കുന്നുണ്ടോ, കൃത്യമായ അളവിലാണോ കോൺക്രീറ്റ് ചെയ്യുന്നത്, അവിടെ കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ,
കൃത്യമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരാളുടെ ജോലി, എല്ലാവരുടെയും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആര് പരിശോധിക്കുന്നുണ്ട്? സൂപ്പർവൈസർ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുക. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. മാർഗനിർദ്ദേശം നൽകുന്ന പ്രക്രിയയിലെ ഒരു മുഖ്യ ഘടകമാണ് മേൽനോട്ടം വഹിക്കൽ എന്നറിയപ്പെടുന്നത്, അഥവാ സൂപ്പർവിഷൻ. കീ ജീവനക്കാരെ ഏൽപ്പിച്ച ജോലികൾ അവർ ആത്മാർത്ഥമായും കൃത്യതയോടെയും ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങളും തിരുത്തലുകളും നൽകുന്നതിനും മേൽനോട്ടം അനിവാര്യമാണ്. അതായത് കീ ജോലിക്കാർക്ക് നമ്മൾ എന്ത് ചെയ്തു? ജോലിയൊക്കെ ഏൽപ്പിച്ചു കൊടുത്തല്ലോ, അവർ കൃത്യമായിട്ട് ആ ജോലി ചെയ്യുന്നുണ്ടോ, ആത്മാർത്ഥമായിട്ട് ആ ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് സഹായിക്കുന്നൊരു പ്രക്രിയയാണ് സൂപ്പർവിഷൻ അഥവാ മേൽനോട്ടം. ഇത് ചെയ്യുന്ന ആളാണ് മേൽനോട്ടക്കാരൻ അഥവാ സൂപ്പർവൈസർ എന്നറിയപ്പെടുന്നത്. ഈ മേൽനോട്ടത്തിലൂടെ കൃത്യമായി എന്ത് ചെയ്യുന്നു? പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുവാനും അതിലൂടെ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും തിരുത്തലുകൾ നൽകുവാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ മാനേജറും മാർഗനിർദ്ദേശത്തിൻ്റെ ഭാഗമായി കീ ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഓരോ മാനേജർമാരും തൻ്റെ കീ ജീവനക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. മേൽനോട്ടക്കാരൻ എന്ന് പറയുന്ന ആളുണ്ട്. സൂപ്പർവൈസർ ഒരു കീതല മാനേജറുടെ ഒരു പ്രവർത്തനമായി മേൽനോട്ടത്തെ കാണാം. അതായത് ഏറ്റവും ലോവർ ലെവൽ മാനേജേഴ്സിന്, ശ്രദ്ധിക്കുക, ലോവർ ലെവൽ മാനേജേഴ്സാണ് എന്ത് ചെയ്യുന്നത്? ഈ മേൽനോട്ടക്കാരൻ എന്ന പ്രവൃത്തി ചെയ്യുന്നത്. മേൽനോട്ടക്കാരൻ, സൂപ്പർവൈസർ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളാണ് ചെയ്യുന്നത്. ജോലിക്കാരുമായി നേരിട്ട് കൊണ്ട് ഇടപഴകുന്ന ആളുകളാണ് കീഴ്തല മാനേജ്മെൻറ്റിൽ ഉണ്ടാവുക. അഥവാ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ തൊഴിലാളികളുമായി നേരിട്ട് ഇടപെടുന്ന ആളുകളാണ് ഉണ്ടാവുക. ജോലിക്കാരുമായിട്ട് ഫോർമാൻ, റൂട്ട് ക്ലർക്ക് അല്ലേ, അതുപോലത്തെ ആൾക്കാർ, ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, അതുപോലെ സൂപ്പർവൈസറൊക്കെയാണ് അവിടെ ഉണ്ടാവുക. ഈ സൂപ്പർവൈസർമാർ നേരിട്ട് കൊണ്ട് എന്ത് ചെയ്യുന്നു? സൂപ്പർവൈസർമാർ നേരിട്ട് ഈ പറയുന്ന തൊഴിലാളികളുമായി ഇടപെട്ട് അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു? കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു. അടുത്തതാണ് മേൽനോട്ടത്തിൻ്റെ പ്രാധാന്യം എന്നറിയപ്പെടുന്നത്. ജോലിക്കാരുമായി നല്ല വ്യക്തിബന്ധം ഉണ്ടാക്കുവാൻ സഹായിക്കുന്നുണ്ട്. ജോലിക്കാരുമായി നല്ല വ്യക്തിബന്ധം സൂപ്പർവൈസർക്ക് എന്ത് ചെയ്യുക? ഒരു മേൽനോട്ടക്കാരന് ജോലിയെടുക്കുന്ന തൊഴിലാളികളുമായിട്ട് നല്ല ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഇതുവഴി സാധിക്കുന്നു. അതുപോലെ ജോലിക്കാർ തമ്മിലുള്ള ഐക്യം നിലനിർത്തുകയും ജോലി സ്ഥലത്ത് സമാധാനം ഉണ്ടാക്കുവാനും സാധിക്കുന്നു. ചിലപ്പോൾ തൊഴിലാളികൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം പറഞ്ഞു തീർത്ത് അവരെ രമ്യതയിൽ കൊണ്ടുവന്ന് അവരെ കൃത്യമായ രീതിയിൽ ജോലി സ്ഥലത്ത് സമാധാനം കൊണ്ടുവരാൻ എന്ത് ചെയ്യുന്നു? സാധിക്കുന്നുണ്ട്. പിന്നെയോ ജോലിക്കാരുടെ കാര്യക്ഷമത വർദ്ധിക്കുന്നു. ഒരു മേൽനോട്ടക്കാരൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജക്ഷമത ഉണ്ടാവും, കാര്യക്ഷമത ഉണ്ടാവും. അതിലൂടെ എന്ത് ചെയ്യുന്നു? ജോലിക്കാരുടെ കാര്യക്ഷമത വർദ്ധിക്കും, അവർ ശരിയായ രീതിയിൽ ജോലിയെടുക്കും. അതുപോലെ ആസൂത്രണത്തിനനുസൃതമായി സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ആസൂത്രണത്തിനനുസരിച്ചുകൊണ്ട് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. അതുപോലെ ജോലിക്കാർക്ക് പ്രചോദനം നൽകുന്നു. കൃത്യസമയത്ത് ജോലിക്കാർക്ക് പ്രചോദനം നൽകുവാൻ എന്ത് ചെയ്യുന്നു? ഇത് സഹായിക്കുന്നുണ്ട്. ഒരു മേൽനോട്ടക്കാരൻ ജോലി സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ ജോലിക്കാർക്ക് ആവശ്യമായ പ്രചോദനം നൽകുവാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കുന്നു. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി സ്കാസ് റിസോഴ്സസ് അല്ലേ, അതിന് സഹായിക്കുന്നു. അതുപോലെ ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നു. അടുത്തതാണ് പ്രചോദനം. പ്രചോദനം എന്ന് വെച്ചാൽ മോട്ടിവേഷൻ അല്ലേ. മോട്ടിവേഷൻ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഒരു രക്ഷിതാവ് പറയുകയാണ്, ഒരു രക്ഷിതാവ് പറയുന്നു, എൻ്റെ മോനോട് പറയാണ്, തൻ്റെ മോനോട് പറയാണ് ഒരു രക്ഷിതാവ്, അടുത്ത SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയാൽ ഞാൻ നിനക്ക് സൈക്കിൾ വാങ്ങിത്തരാം. ഓക്കെ, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ആ ഒരു സൈക്കിൾ അല്ലേ, ആ സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തെ, ആ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കുട്ടി കാര്യമായിട്ട് പരിശ്രമിക്കും അല്ലേ. അതുപോലെ തന്നെയാണ് ഒരു വിൽപ്പനക്കാരൻ ചെയ്യുന്നതും അല്ലേ. ഒരു വിൽപ്പനക്കാരൻ തൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് കിഴിവും മറ്റ് ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. എന്തിനാ? തൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ രക്ഷിതാവ് എന്ത് ചെയ്യുന്നു? അവരുടെ മക്കൾക്ക് സമ്മാനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യും അല്ലേ. SSLCക്ക് ഫുൾ A+ വാങ്ങിയാൽ, +2 വാങ്ങിയാൽ ഒക്കെ എന്ത് ചെയ്യുക?
സൈക്കിൾ തരാം, കമ്പ്യൂട്ടർ വാങ്ങിത്തരാം എന്നൊക്കെ പറയാറില്ലേ. ഇത്തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്? വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതെല്ലാം പ്രചോദിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളോർത്ത് വെക്കുക. മക്കൾ നന്നായി പഠിക്കാൻ രക്ഷിതാക്കൾ സമ്മാനങ്ങൾ നൽകി അവരെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ. ഓക്കെ. അതുപോലെ വിൽപ്പനക്കാരൻ കിഴിവും മറ്റ് ആനുകൂല്യങ്ങൾ നൽകി ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്നത് പോലെയാണ് എന്ത്? ഒരു ബിസിനസ് സ്ഥാപനം അവിടുത്തെ ജീവനക്കാർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനും അവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു രക്ഷിതാവ് മക്കൾ നന്നായി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സമ്മാനങ്ങൾ നൽകുന്നത് പോലെ, അതുപോലെ വിൽപ്പനക്കാരൻ ഉൽപ്പന്നങ്ങൾക്ക് കിഴിവും ഡിസ്കൗണ്ടും ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നത് പോലെ തന്നെയാണെന്ത്? ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ജീവനക്കാർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്നതും. പ്രചോദനത്തിലൂടെ, മോട്ടിവേഷൻ നൽകുന്നതിലൂടെ എന്ത് ചെയ്യുവാൻ സാധിക്കും? തൊഴിലാളികളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വ്യക്തികളുടെ അന്തസ്സത്തെ ഉദ്ദീപിപ്പിക്കുന്നു. ഇതിനെയാണ് പ്രചോദനം അഥവാ പ്രേരക ശക്തി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. പ്രചോദനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. 3 പദങ്ങളാണുള്ളത്. ഒന്നാമത്തെ പ്രേരകം എന്നുള്ളതാണ്. ഓക്കെ, പ്രേരകം എന്നാൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ സ്വഭാവത്തെ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒന്നാണ്. പ്രേരകം, മോട്ടീവ്സ് എന്ന് പറയും. ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ സ്വഭാവത്തെ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നയിക്കുന്ന ഒരു ഉൾപ്രേരണയാണ് ഇത് പ്രേരകം. ഉദാഹരണത്തിന് വിശപ്പ്, ദാഹം, സുരക്ഷ, അംഗീകാരം ഒക്കെ ഇതിന് ഉൾപ്പെട്ടതാണ് പ്രേരകം. അടുത്തതോ പ്രചോദനം, മോട്ടിവേഷൻ. ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി വ്യക്തികളെ പ്രവൃത്തി ചെയ്യാൻ ഉത്തേജിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രചോദനം. നമ്മളിപ്പോൾ പറഞ്ഞത് മോട്ടിവേഷൻ. ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി വ്യക്തികളെ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇത് പ്രചോദനം. മൂന്നാമത്തതോ പ്രചോദകങ്ങൾ, മോട്ടീവ്സിലെ ഒരു സംഘടനയിലെ വ്യക്തികളെ പ്രചോദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രീതികൾ അഥവാ തന്ത്രങ്ങൾ ആണെന്ത്? പ്രചോദനങ്ങൾ. ഓക്കെ, ഓർത്ത് വെക്കുക. അടുത്തതാണ് പ്രചോദനത്തിൻ്റെ സവിശേഷതകൾ. പ്രചോദനം ഒരു ആന്തരിക വികാരമാണ്. മനുഷ്യന് ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെയുണ്ട്. അത് മനുഷ്യൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആളുകൾക്കൊരു മോട്ടോർ ബൈക്ക്, സുഖപ്രദമായ വീട്, സമൂഹത്തിൽ പ്രശസ്തി എന്നിവ ഉണ്ടായിരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. ഈ പ്രേരണകൾ ഒരു വ്യക്തിക്ക് ആന്തരികമാണ്. പ്രചോദനം, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ആന്തരിക വികാരമാണ് എന്നോർത്ത് വെക്കുക. പ്രചോദനം ഒരു ആന്തരിക വികാരമാണ്. ഓക്കെ, ഇൻറ്റേർണൽ ഇമോഷനാണ് മോട്ടിവേഷൻ എന്നറിയപ്പെടുന്നത് അല്ലേ. ഒരുപാട് ആളുകൾക്ക്, ഒരു സാധാരണക്കാരൻ്റെ ഒരു ആഗ്രഹമാണ് അല്ലേ, ഒരു സുഖപ്രദമായിട്ടുള്ളൊരു വീട്, സമൂഹത്തിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രശസ്തി, ഒരു ജോലി, ഒരു വാഹനം, ഒരു കാറ്, ഒരു ബൈക്ക്, ഇതൊക്കെ ഒരു ആഗ്രഹങ്ങളാണ്. ഇതൊക്കെ ആന്തരികമായിട്ട് വരുന്നതാണ് എന്ന് ഓർത്തു വെക്കുക. പ്രചോദനത്തിൻ്റെ സവിശേഷതയാണ് പറയുന്നത്. അതിലൊന്നാണ് പ്രചോദനം ഒരു ആന്തരിക വികാരമാണ്, മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. രണ്ടാമത്തെ, പ്രചോദനം ലക്ഷ്യോന്മുഖ സ്വഭാവം ഉത്തേജിപ്പിക്കുന്നു, ലക്ഷ്യങ്ങളെ സഫലമാക്കുന്നു എന്ന് പറയാം. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം, ശമ്പള വർധന മുതലായ പ്രചോദനങ്ങൾ നൽകുന്നതിലൂടെ അവരുടെ പ്രകടനങ്ങൾ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം സ്ഥാപനത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. എങ്ങനെയാണ്? ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം, ശമ്പള വർധന മുതലായ കാര്യങ്ങൾ നൽകുന്നതിലൂടെ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നു, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു. പ്രചോദനം അനുകൂലമോ പ്രതികൂലമോ ആവാം. മോട്ടിവേഷൻ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവായിട്ട് അനുകൂലമായ പ്രചോദനം എന്നതിന് ഉദാഹരണമാണ്, നല്ല കാര്യം ചെയ്താൽ, നന്നായിട്ട് വർക്ക് ചെയ്താൽ എന്ത് ചെയ്യും? സ്ഥാനക്കയറ്റം, പ്രമോഷൻ നൽകും, കൂടുതൽ സാലറി നൽകും. ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള അനുകൂലമായിട്ടുള്ള പ്രചോദനമാണ്. ഇനി അതല്ല, ഒരാൾ മോശമായിട്ടാണ് ജോലി ചെയ്തത് എങ്കിൽ അയാൾക്ക് ശിക്ഷ കൊടുക്കാം, ശമ്പളം വെട്ടിച്ചുരുക്കാം, ഡിമോഷൻ, തരം താഴ്ത്താം, ജോലിയിലെ ഉയർന്ന സ്ഥാനത്ത് നിന്നും താഴേക്ക് തരം താഴ്ത്തുകയും ചെയ്യാം. പിന്നെ പ്രചോദനം ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. മോട്ടിവേഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ്സ്.
ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെല്ലാം ഒരേ സ്വഭാവത്തിലുള്ള ആൾക്കാരാവില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അവരുടെ ആവശ്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രചോദനം എന്താണ്? ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. പിന്നെ പറയുന്നു പ്രചോദന പ്രക്രിയ, മോട്ടിവേഷൻ പ്രോസസ്സ്. പ്രചോദന പ്രക്രിയ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ അടിസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നു. മനു വിശന്നിരിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിട്ടും അയാൾ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. മനു വളരെ ക്ഷീണിതനായിരുന്നു. അയാൾ ആഹാരം അന്വേഷിച്ച് റോഡിലൂടെ നടക്കാൻ തുടങ്ങി. 1 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു. 25 രൂപ മനുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൽ നിന്നും 15 രൂപ കൊടുത്ത് ഭക്ഷണം വാങ്ങി കഴിച്ച് വിശപ്പ് മാറ്റി. ഇവിടെ മനുവിനെ ഭക്ഷണം വാങ്ങിക്കാൻ പ്രേരിപ്പിച്ചത് വിശപ്പ് എന്ന ആവശ്യമാണ്. വിശപ്പ് ഹോട്ടൽ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുകയും ഹോട്ടൽ കണ്ടെത്തി ആഹാരം കഴിച്ചതോടുകൂടി വിശപ്പ് അടങ്ങുകയും ചെയ്തു. കണ്ടല്ലോ, മനു ഭയങ്കര വിശപ്പിലായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിട്ടും അയാൾ ഒന്നും കഴിച്ചിട്ടില്ല. മനു വളരെ ക്ഷീണിതനായിരുന്നു. അയാൾ ഭക്ഷണം അന്വേഷിച്ച് ഒരുപാട് ദൂരം, 1 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. 25 രൂപ മനുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. 15 രൂപ കൊടുത്ത് അയാൾ ഭക്ഷണം വാങ്ങി, വിശപ്പ് മാറ്റി. അതോടുകൂടി എന്ത് ചെയ്തു? സത്യത്തിൽ ആ വിശപ്പ് എന്ന് പറയുന്ന ഒരു മോട്ടീവ് അല്ലേ, ഒരു പ്രചോദകം അല്ലേ, വിശപ്പ് എന്നറിയപ്പെടുന്ന ഒരു പ്രചോദകം മൂലമാണ് എന്ത് ചെയ്തത്? അയാളുടെ പ്രചോദകം അല്ലെങ്കിൽ വിശപ്പ് എന്ന ആവശ്യം മൂലമാണ് എന്ത് ചെയ്തത്? അയാൾ എന്ത് ചെയ്തത്? ഭക്ഷണം വാങ്ങിയതും അയാളുടെ വിശപ്പ് മാറ്റിയതും. വിശപ്പ് ഹോട്ടൽ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുകയും ഹോട്ടൽ കണ്ടെത്തി ആഹാരം കഴിച്ചതോടുകൂടി വിശപ്പടങ്ങുകയും ചെയ്തു. ഒരാൾ സഫലീകരിക്കാത്ത ആഗ്രഹങ്ങൾ അയാളിൽ പിരിമുറുക്കവും സംഘർഷവും സൃഷ്ടിക്കുന്നു. ഒരാൾക്ക് ഇതുവരെ തൃപ്തി നൽകാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ ഒരാൾക്കുണ്ടെന്ന് കരുതുക. അത് അയാളിൽ പിരിമുറുക്കവും സംഘർഷവും സൃഷ്ടിക്കുന്നുണ്ട്. ഈ മാനസിക പിരിമുറുക്കം പ്രവൃത്തി ഏറ്റെടുക്കുന്നതിന് പ്രേരക ശക്തിയാകുന്നു. ഇത്തരത്തിലൊരു മാനസിക പിരിമുറുക്കം ഉണ്ടാവും, സംഘർഷം ഉണ്ടാവും. കാരണം നമ്മളുടെ ഒരു ആവശ്യം നമ്മൾ ഇതുവരെ നേടിയിട്ടില്ല, തൃപ്തിപ്പെടുത്തിയിട്ടില്ല. വിശപ്പ് എന്ന ആവശ്യം, വിശപ്പ് അകറ്റുക എന്ന ആവശ്യം ഇതുവരെ പൂർത്തിയായിട്ടില്ല. അപ്പോൾ മനസ്സിനുള്ളിൽ മാനസിക സംഘർഷം ഉണ്ടാവും. ഓക്കെ, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അതൊരു പ്രേരക ശക്തിയായി മാറുന്നു. ഇത് അയാളെ എന്ത് ചെയ്യുന്നു? മുന്നിലേക്ക് നയിക്കുകയും ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കുകയും ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയും ചെയ്യുന്നു. ആഗ്രഹം സഫലീകരിക്കുന്നതിലൂടെ അയാളുടെ മാനസിക സംഘർഷം കുറയുകയും ചെയ്യുന്നു. പ്രചോദന പ്രക്രിയയിലെ ഒന്നാമത്തെ ഘട്ടമാണ് അതൃപ്തമായ ആവശ്യം. ഇതുവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരാവശ്യം ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ ഘട്ടം. പിന്നീട് അത് എന്തിലേക്ക് വഴി മാറുന്നു? സംഘർഷത്തിലേക്കും പിരിമുറുക്കത്തിലേക്കും വഴി മാറുന്നു. പിന്നീട് അത് ഡിസയർ, അഭിവാഞ്ച, ത്വര അല്ലേ, ഇതിലേക്കൊക്കെ വഴി മാറുന്നു. പിന്നീട് അന്വേഷണ പെരുമാറ്റം, അന്വേഷിക്കുന്നു. പിന്നെയോ അന്വേഷിച്ചിട്ട് തൃപ്തമായ ആവശ്യത്തെ തൃപ്തിപ്പെടുത്തുന്നു. അവസാനം ആ സംഘർഷം കുറയുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പ്രചോദനത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. പ്രചോദനത്തിൻ്റെ പ്രാധാന്യം എന്തെല്ലാം മാറ്റങ്ങളാണ് തൊഴിലാളികളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, തൊഴിലാളികളുടെ വ്യക്തിഗത പ്രകടനങ്ങളും സ്ഥാപനത്തിൻ്റെ പ്രകടനവും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഒന്നാമത്തേത് സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, അതുപോലെ സ്ഥാപനത്തിൻ്റെ ഓൾ ഓവർ പെർഫോമൻസ് വർദ്ധിക്കുന്നു. ജീവനക്കാരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ മാനേജ്മെൻറ്റ് അവരുടെ സഹകരണം ഉറപ്പാക്കുന്നു. പിന്നെയോ തൊഴിലാളികളുടെ നിഷേധ മനോഭാവം മാറ്റുന്നതിന് സഹായിക്കുന്നു. തൊഴിലാളികളുടെ ഹാജർ നില വർദ്ധിപ്പിക്കുന്നു. തൊഴിലാളികൾ കൃത്യമായി ജോലിക്ക് വരുന്നു എന്നർത്ഥം. സ്ഥാപനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു. തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നു. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ ഉൾക്കൊള്ളുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ മോട്ടിവേഷൻ, പ്രചോദനവുമായി ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമാണ് പഠിക്കാനുള്ളത്. ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എബ്രഹാം മാസ്ലോ. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ എബ്രഹാം മാസ്ലോയുടെ തിയറിയാണ് ആവശ്യ ശ്രേണി പ്രചോദന സിദ്ധാന്തം. നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ എന്നറിയപ്പെടും. എബ്രഹാം മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ എന്നറിയപ്പെടുന്നു. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ എബ്രഹാം മാസ്ലോ പ്രചോദന പ്രതിഭാസത്തെ വിശദീകരിക്കുന്നതിനായി അവശ്യ ശ്രേണി സിദ്ധാന്തം, നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ 1943 രൂപരേഖ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം മനുഷ്യൻ്റെ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. ഓരോ മനുഷ്യനിലും 5 ആവശ്യങ്ങളുടെ ഒരു ശ്രേണി നിലവിലുണ്ടെന്ന് അദ്ദേഹം അവതരിപ്പിച്ചു.
പ്രചോദനത്തിൻ്റെ അടിസ്ഥാനമായി മാസ്ലോവിൻ്റെ സിദ്ധാന്തം ആവശ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മാസ്ലോയുടെ സിദ്ധാന്തം പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ സിദ്ധാന്തം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു, വിലമതിക്കപ്പെട്ടു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളുടെ വർഗീകരണം, ആവശ്യങ്ങളുടെ ശ്രേണി എന്നിവയെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ അത്തരം വിമർശനങ്ങൾക്കിടയിലും ഈ സിദ്ധാന്തം ഇപ്പോഴും പ്രസക്തമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. നമ്മൾ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അയാളുടെ ആവശ്യങ്ങളെ, മാസ്ലോ വർഗീകരിച്ച ആവശ്യങ്ങളെ പ്രധാനമായും 5 തരംതിരിച്ചു എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ആവശ്യമാണ് അടിസ്ഥാന ശാരീരിക ആവശ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. 2 സുരക്ഷാ ആവശ്യങ്ങൾ. 3 സാമൂഹിക ആവശ്യങ്ങൾ. 4 ആത്മാഭിമാന ആവശ്യങ്ങൾ. 5 ആത്മസാക്ഷാത്കാര ആവശ്യങ്ങൾ. ഇങ്ങനെ തരംതിരിക്കാം. ഓരോന്നും നോക്കാം. മാസ്ലോയുടെ ആവശ്യശ്രേണി സിദ്ധാന്തത്തിലെ ഒന്നാമത്തെ ആവശ്യമാണ്, ഒന്നാമത്തെ പൂർത്തീകരിക്കേണ്ട ആവശ്യമാണ്, ഒന്നാമത്തെ പ്രചോദക ആവശ്യമാണേത്? അടിസ്ഥാന ശാരീരിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായ അടിസ്ഥാന ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ ശ്രേണിയിലെ ഏറ്റവും അടിസ്ഥാനപരവും പ്രാഥമിക ആവശ്യവുമാണ്. ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ആവശ്യമായതാണിത്. വിശപ്പ്, ദാഹം, പാർപ്പിടം, ഉറക്കം, ലൈംഗികത എന്നിവയാണ് ഈ ആവശ്യങ്ങളുടെ ചില ഉദാഹരണങ്ങൾ. ഏതൊക്കെയാണ്? വിശപ്പ്, ദാഹം, പാർപ്പിടം, ഉറക്കം, ലൈംഗികത എന്നിവയൊക്കെ അടങ്ങുന്നതാണ് ശാരീരികമായ അടിസ്ഥാന ആവശ്യങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നു. സംഘടനാ പശ്ചാത്തലത്തിൽ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന അടിസ്ഥാന ശമ്പളം, ബേസിക് സാലറി, ഈ ആവശ്യങ്ങളെ നിറവേറ്റാൻ സഹായിക്കുന്നു. ഒരു വ്യക്തിയുടെ വിശപ്പ്, ദാഹം, പാർപ്പിടം, ഉറക്കം, ലൈംഗികത ഇതൊക്കെ എന്ത് ചെയ്യുക? നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ അടിസ്ഥാന ശമ്പളം എന്ത് ചെയ്യുന്നുണ്ട്? മതി. പിന്നെയോ രണ്ടാമത്തേതാണ് സുരക്ഷ അല്ലെങ്കിൽ സംരക്ഷണ ആവശ്യങ്ങൾ. നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളായ ശാരീരിക അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ, അതായത് വിശപ്പ്, ദാഹം, പാർപ്പിടം, ഉറക്കം, ലൈംഗികത എന്നിവയൊക്കെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ്, അടുത്ത ഘട്ടമാണേത്? സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷാ ആവശ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയും. ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ സുരക്ഷിതത്വം നേടുക എന്നതാണ് മനുഷ്യൻ്റെ ആഗ്രഹം. തൊഴിൽ സുരക്ഷ, അതായത് ജോലിയിൽ സുരക്ഷ, സ്ഥിരമായിട്ടുള്ളൊരു ജോലി ഉണ്ടാവുക, അതുപോലെ വരുമാനത്തിൻ്റെ സ്ഥിരത, സ്ഥിര വരുമാനം കിട്ടുക എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണം. മൂന്നാമത്തേതാണ് സാമൂഹിക ആവശ്യങ്ങൾ. സുരക്ഷാ ആവശ്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ മൂന്നാമത്തേതായിട്ടുള്ള ആവശ്യമാണ് അഫിലിയേഷൻ ഓർ ബിലോങ്ങിങ്സ് ഓർ സോഷ്യൽ നീഡ്സ് എന്നറിയപ്പെടുന്നത്. സാമൂഹിക ആവശ്യങ്ങൾ, സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആവശ്യമാണിത്. സൗഹൃദം, സ്നേഹം, കൂട്ടായ്മ ഇതൊക്കെ വേണമെന്നുള്ളതാണ്. ഏതാണ്? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആവശ്യമാണ് ഇത്. അതായത് നമ്മളെന്ത് ചെയ്തു? അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു, സുരക്ഷാ ആവശ്യങ്ങൾ കഴിഞ്ഞു. മൂന്നാമത്തെയാണ് എന്ത് ചെയ്യുക? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആവശ്യങ്ങൾ. അടുത്തതോ ഗണ്യതയ്ക്കുള്ള ആവശ്യങ്ങൾ അഥവാ ആത്മാഭിമാന ആവശ്യങ്ങൾ, അഹം ആവശ്യങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നു. മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കേണ്ട അംഗീകാരത്തിനെയും ആദരവിനെയും സംബന്ധിക്കുന്നതാണിത്. അതായത് സമൂഹത്തിൽ എന്ത് ചെയ്തു? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സൗഹൃദം ഇതൊക്കെ ഉണ്ടായി. അടുത്ത ഘട്ടമാണ് റെക്കഗ്നീഷൻ, അംഗീകാരം. മറ്റുള്ളവരിൽ നിന്നും അംഗീകാരവും ആദരവും കിട്ടുക എന്നുള്ളത്. ഉയർന്ന പദവി, അധികാരം, അംഗീകാരം, പ്രശംസ, ഞാൻ എന്ന ചിന്ത എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. അഹം എന്ന് വെച്ചാൽ സ്വന്തം, ഞാൻ എന്ന ഭാവം, അഹംഭാവം അല്ലേ, ഞാൻ എന്ന ഭാവം എന്ന് പറയില്ലേ, അതുപോലെ ഇത്തരത്തിൽ ഞാൻ എന്ന ചിന്ത, അംഗീകാരം, അധികാരം, പദവി, ആവശ്യങ്ങൾ ഇവയൊക്കെ എന്ത് ചെയ്യുക? നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ ഘട്ടം. ഏറ്റവും അവസാനമായിട്ടുള്ള ഒന്നാണേത്? ആത്മസാക്ഷാത്കാര ആവശ്യങ്ങൾ, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇത് മനുഷ്യൻ്റെ ഏറ്റവും ഉന്നതമായ ആവശ്യങ്ങളിൽപ്പെട്ടതാണ്. മനുഷ്യന് കഴിയുന്നതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തുവാനുള്ള ആഗ്രഹമാണ് ഇത്. വ്യക്തിവികാസം, ജീവിത ലക്ഷ്യം നേടൽ, ജീവിതം സഫലമാക്കൽ എന്നിവ ഉദാഹരണമാണ്. ഇതൊക്കെ നേടിയ ആളുകൾ വളരെ കുറവാണ് എന്ന് പറയാം. ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള ആളുകൾ വളരെ കുറവാണെന്ന് പറയാം.
ഗൗതമ ബുദ്ധൻ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. സ്വാമി വിവേകാനന്ദൻ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഇവരൊക്കെ ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള ആളുകളാണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടിയിട്ടുള്ള ആളുകളാണ്, ജീവിതം സഫലമാക്കിയിട്ടുള്ള ആളുകളാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും ഘട്ടങ്ങളാണ് മാസ്ലോയുടെ അവശ്യ ശ്രേണി സിദ്ധാന്തം, എബ്രഹാം മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇനി പറയുന്നു അവശ്യ ശ്രേണി സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ, അനുമാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്തെല്ലാം അസംഷൻസിൻ്റെ, എന്തെല്ലാം അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി, അവശ്യ ശ്രേണി സിദ്ധാന്തം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത്, ആളുകളുടെ പെരുമാറ്റം അവരുടെ ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത്തരം ആവശ്യങ്ങളുടെ സംതൃപ്തി അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. ആളുകളുടെ പെരുമാറ്റം അവരുടെ ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്ന് പറയുന്നു. അത്തരം ആവശ്യങ്ങളുടെ സംതൃപ്തി അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. പിന്നെ അടിസ്ഥാന ആവശ്യങ്ങൾ മുതൽ മറ്റു ഉയർന്ന തലത്തിലുള്ള ആവശ്യങ്ങൾ വരെ ആളുകളുടെ ആവശ്യങ്ങൾ ശ്രേണീക്രമത്തിലാണ്, കൃത്യമായ ഓർഡറിലാണെന്നാണ് പറയുന്നത്. തൃപ്തികരമായ ഒരു ആവശ്യത്തിന് ഇനി ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കാൻ കഴിയില്ല. അടുത്ത ഉയർന്ന തലത്തിലുള്ള ആവശ്യത്തിന് മാത്രമേ അവനെ പ്രേരിപ്പിക്കാൻ കഴിയൂ. അതായത് ഒരാൾ നേടിയെടുത്ത ഒരാവശ്യമുണ്ട്, ആ ആവശ്യത്തിനെ അയാളെ പ്രേരിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അത് അയാൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യണം? അതിനപ്പുറത്തേക്ക് ഉയർന്ന തലത്തിലുള്ള എന്തെങ്കിലും പ്രചോദനങ്ങൾ ഉണ്ടാകുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? അയാളെ പ്രേരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെയോ ഒരു വ്യക്തി ശ്രേണിയുടെ അടുത്ത ഉയർന്ന തലത്തിലേക്ക് നീങ്ങുന്നത് കുറഞ്ഞ ആവശ്യം നിറവേറ്റുമ്പോൾ മാത്രമാണ്. ഒരു വ്യക്തി ശ്രേണിയുടെ അടുത്ത ഉയർന്ന തലത്തിലേക്ക് നീങ്ങുന്നത് കുറഞ്ഞ ആവശ്യം നിറവേറ്റുമ്പോൾ. അയാളുടെ കുറഞ്ഞ ആവശ്യം മാത്രമേ നിറവേറ്റിയിട്ടുള്ളൂ. അയാളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ സാധിച്ചിട്ടില്ല, അയാളുടെ ജീവിത നിലവാരം ഉയർത്താൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അയാൾ ഉയർന്ന തലത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അടുത്തത് നോക്കാം. പ്രചോദനം ഉപയോഗിക്കുന്ന പ്രചോദകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. പ്രകടനം മെച്ചപ്പെടുത്താൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന എല്ലാ നടപടികളെയും പ്രചോദനങ്ങൾ എന്ന് പറയാം. ഒരു വ്യക്തിയുടെ പ്രകടനത്തെ മെച്ചപ്പെടുത്താൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന എല്ലാ നടപടികളെയും പ്രചോദനങ്ങൾ എന്ന് പറയാം. ഈ പ്രചോദനങ്ങളെ, ഈ മോട്ടീവ്സിനെ സാമ്പത്തികമായും സാമ്പത്തികേതരമായും തരംതിരിക്കാം. ഫിനാൻഷ്യൽ മോട്ടീവ്സ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ മോട്ടീവ്സ്, ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഓർ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്നിങ്ങനെ തരംതിരിക്കാം. ഓക്കെ, അതാണ് പറയുന്നത്. സാമ്പത്തികമായിട്ടും സാമ്പത്തികേതരമായിട്ടും പ്രോത്സാഹനം നൽകാം. നമ്മൾ ആദ്യം നോക്കുന്നത് സാമ്പത്തിക പ്രോത്സാഹനങ്ങളാണ്. പണമായിട്ടുള്ളതോ പണമായി അളക്കാൻ കഴിയുന്നതോ ആയിട്ടുള്ള പ്രചോദന പ്രേരകങ്ങളാണ് സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ. അപ്പോൾ എന്താണ്? പണമായിട്ട് കൊടുക്കുന്നോ അല്ലെങ്കിൽ പണമായിട്ട് അളക്കാൻ കഴിയുന്നതോ ആയിട്ടുള്ള പ്രചോദന പ്രേരകങ്ങളാണ് സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സാമ്പത്തിക പ്രോത്സാഹനം. ഒന്നാമത്തെ, ശമ്പളവും ഭത്തയും, സാലറി ആൻഡ് അലവൻസസ്. ഒരു വ്യക്തി കൊടുക്കുന്ന, ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം അയാളുടെ ശമ്പളമാണ്. മാസാവസാനം ശമ്പളം കിട്ടുക എന്നുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഒരാൾ എന്ത് ചെയ്യും? നല്ലവണ്ണം ജോലിയെടുക്കും. ഓക്കെ, ജീവനക്കാർക്ക് വേതനവും മറ്റ് അലവൻസുകളൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ? കണ്ടില്ലേ? ഫെസ്റ്റിവൽ അലവൻസുകൾ കൊടുക്കാറില്ലേ? ഓണം അലവൻസ്, ക്രിസ്മസ് അലവൻസൊക്കെ അതുപോലെ അത് കൊടുക്കുക. അത് ഒന്നാമത്തെ ഒരു സാമ്പത്തിക പ്രചോദനമാണ്. രണ്ടാമത്തേതോ, ഉൽപാദനക്ഷമതയുമായി ബന്ധപ്പെട്ട വേതന പ്രോത്സാഹനങ്ങൾ. വ്യക്തിഗത അല്ലെങ്കിൽ ഗ്രൂപ്പ് തലത്തിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേതനം നൽകുന്നതിന് ബന്ധിപ്പിച്ച് നിരവധി വേതന പ്രോത്സാഹന പദ്ധതികൾ, അതായത് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ കൂടുതൽ വേതനം എന്നുള്ള രീതിയിൽ കൊടുക്കാറുണ്ട്. അതുപോലെ ബോണസ്, ജീവനക്കാർക്ക് ശമ്പളത്തിന് മുകളിലായി നൽകുന്ന ആനുകൂല്യമാണ് ബോണസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ബോണസ് എന്ന ഉദാഹരണമാണ്. ശമ്പളത്തിന് പുറമെ ലാഭത്തിൻ്റെ ഒരു ഭാഗം ജീവനക്കാർക്ക് പണമായി ലഭിക്കുന്നത് കൊണ്ട് അവിടെ ആത്മാർത്ഥത വർദ്ധിക്കും. അതായത് ശമ്പളത്തിന് പുറമെ എന്ത് ചെയ്യുന്നു? സ്ഥാപനത്തിൻ്റെ ലാഭത്തിൻ്റെ വിഹിതം കൊടുക്കുക, ജീവനക്കാർക്ക് പണമായിട്ട് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികളുടെ ഇത് വർദ്ധിക്കും. ഒരു എക്സാമ്പിൾ, നമ്മുടെ നാട്ടിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറി, അവർ സാലറി കൊടുക്കുന്ന രീതി തന്നെ വ്യത്യസ്തമാണ്.
ഓരോ ദിവസവും എത്ര രൂപയുടെ കച്ചവടമാണ് ഉണ്ടാകുന്നത്, അതിനനുസരിച്ച് കൊണ്ടാണ് സാലറി കൊടുക്കുന്നത്. ഒരു മിനിമം സാലറി എന്തായാലും കൊടുക്കും. ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറിയുടെ ഒരു പോളിസിയാണ്. അവർ മിനിമം സാലറി എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. മിനിമം തൊഴിലാളികൾക്ക് ഇത്ര സാലറി കൊടുക്കും. അതല്ല ഉയർന്ന കച്ചവടം വന്ന് നടക്കുകയാണെങ്കിൽ, അതായത് കൂടുതൽ കച്ചവടം ഉണ്ടായാലും എന്ത് ചെയ്യും, സാലറി കൂടുതലായിട്ട് കൊടുക്കും എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തൊഴിലാളികളുടെ എന്ത് ചെയ്യും, പ്രചോദനം ഉണ്ടാക്കുകയും അവരെന്ത് ചെയ്യും, നല്ല രീതിയിൽ പണിയെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ലാഭവിഹിതം, അടുത്താണ് ലാഭവിഹിതം കൊടുക്കുക. സ്ഥാപനത്തിൻ്റെ ലാഭത്തിൽ ജീവനക്കാർക്കൊരു വിഹിതം നൽകുന്നതാണ് ഇത്. പിന്നെ വരുന്നതാണ് സഹപങ്കാളിത്തം അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻ എന്നുള്ളത്. സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ഒരു നിശ്ചിത നിരക്കിൽ സ്ഥാപനത്തിൻ്റെ ഓഹരികൾ നൽകുന്നതാണ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്നറിയപ്പെടുന്നത്. ESOP എന്നറിയപ്പെടും. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാന് അല്ലെങ്കിൽ ESOS, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്നൊക്കെ അറിയപ്പെടും. സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് തന്നെ എന്ത് ചെയ്യുന്നു, സ്ഥാപനത്തിൻ്റെ ഓഹരികൾ, ഷെയർ വാങ്ങുവാൻ, കുറഞ്ഞ നിരക്കിൽ എന്ത് ചെയ്യുക, ഷെയർ വാങ്ങാൻ അവസരം കൊടുക്കുന്നതാണ് ഇത്. അടുത്തത് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. റിട്ടയർ ചെയ്യുന്ന സമയത്ത് ജീവനക്കാർക്ക് എന്ത് ചെയ്യുക, പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ആനുകൂല്യങ്ങൾ നൽകുന്നതാണിത്. പിന്നെ വിശേഷാദായങ്ങളാണ് മറ്റുള്ളത്. പെർക്യൂസിറ്റ്സ് എന്നറിയപ്പെടും. പല കമ്പനികളിലും കാർ അലവൻസ്, കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കാറിൻ്റെ പെട്രോൾ അലവൻസ് കാര്യങ്ങൾ കൊടുക്കും. പാർപ്പിട അലവൻസ്, അതായത് റൂം അലവൻസ്, അതുപോലെ വീടുമായി ബന്ധപ്പെട്ട അലവൻസ് കൊടുക്കും. അതുപോലെ ഹെൽത്തുമായി ബന്ധപ്പെട്ട വൈദ്യസഹായങ്ങളുമായി ബന്ധപ്പെട്ടത്, അതുപോലെ കുട്ടികൾക്ക്, തൊഴിലാളിയുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട അലവൻസുകൾ ഒക്കെ കൊടുക്കും. അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അടുത്തതാണ് സാമ്പത്തികേതര പ്രചോദനങ്ങൾ. പ്രചോദനം നൽകുന്നതിൽ മാനസികവും സാമൂഹികവുമായ ഘടകങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സാമ്പത്തികേതര പ്രചോദനങ്ങൾ പ്രധാനമായും ഈ ആവശ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സാമ്പത്തികേതര പ്രചോദനങ്ങളിൽ പണത്തെ അടിസ്ഥാനമാക്കിയുള്ള സംതൃപ്തിയേക്കാൾ മാനസികവും വൈകാരികവുമായിട്ടുള്ള സംതൃപ്തിക്കാണ്. നേരത്തെ സാമ്പത്തികത്തിൽ എന്താണ്, പൈസക്കാണ് പ്രാധാന്യം. ഇവിടെ മാനസികവും വൈകാരികവുമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് സ്ഥാപനത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയാണെങ്കിൽ അധിക പണം ഉൾപ്പെടുന്നുണ്ടെങ്കിലും അത് അദ്ദേഹത്തെ മാനസികമായി സംതൃപ്തി നൽകുന്നു. ഒരു വ്യക്തിക്ക് സ്ഥാനക്കയറ്റം, പ്രൊമോഷൻ നൽകിയാൽ സ്വാഭാവികമായിട്ടും മനസ്സിൽ അയാൾക്ക് സംതൃപ്തി കിട്ടുന്നുണ്ട്. പ്രധാനപ്പെട്ട സാമ്പത്തികേതര ആനുകൂല്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത് പദവിയാണ്. സംഘടനാപരമായ പശ്ചാത്തലത്തിൽ പദവി എന്നത് സ്ഥാപനത്തിലെ അധികാരം ശ്രേണിയുടെ സ്ഥാനപ്പേരാണ്. അധികാരം, ഉത്തരവാദിത്തം, പ്രതിഫലം, അംഗീകാരം, വിശേഷാദായം, അതുപോലെ ജോലിയുടെ അഭിമാനം എന്നിവ ഒരാൾക്ക് മാനേജ്മെൻറ്റ് തലത്തിൽ നൽകിയിട്ടുള്ള അയാളുടെ പദവിയെ സൂചിപ്പിക്കുന്നു. ഒരു വ്യക്തിയെ, താഴെക്കിടയിലുള്ളൊരു തൊഴിലാളിയെ മാനേജറായിട്ടോ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടോ ഒക്കെ നിയമിക്കുക, സ്വാഭാവികമായിട്ടും അയാൾക്ക് എന്ത് ചെയ്യും, ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നുണ്ട്. പിന്നെ സംഘടനാ സാഹചര്യം ഒരു സ്ഥാപനത്തെക്കുറിച്ച് വിവരിക്കുന്നതും ഒരു ഓർഗനൈസേഷനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കുന്നതുമായ സവിശേഷതകൾ സൂചിപ്പിക്കുന്നു. ഈ സ്വഭാവ സവിശേഷതകൾ വ്യക്തിഗത സ്വയം ഭരണാധികാരം, അതായത് വ്യക്തികൾക്ക് സ്വയം ഭരിക്കാനുള്ളൊരു അധികാരം നൽകുക, പ്രതിഫലവത്കരണം, ജീവനക്കാരുടെ പരിഗണന, അപകട സാധ്യത തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. തൊഴിൽ അഭിവൃദ്ധിക്കുള്ള സാധ്യതകൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ തൊഴിലിൽ ജീവനക്കാരുടെ അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും ഉയർന്ന തലത്തിലുള്ള ജോലികൾക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിനും അവസരം നൽകുന്നുണ്ട്. അടുത്തത് തൊഴിൽ സമ്പുഷ്ടീകരണം. ഉന്നത നിലവാരത്തിലുള്ള അറിവും വൈദഗ്ധ്യവും ആവശ്യമുള്ളതും വ്യക്തിഗത വളർച്ചയും സ്വയംഭരണാധികാരത്തിനുള്ള സാധ്യതയുള്ളതും കൂടുതൽ ഉത്തരവാദിത്വം, തൊഴിൽ പരിചയവും പ്രദാനം ചെയ്യുന്നതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജോബ് എൻറിച്ച്മെൻറ്റ് എന്നറിയപ്പെടും. അടുത്തതാണ് ജീവനക്കാരെ അംഗീകരിക്കുന്ന പ്രവർത്തനങ്ങൾ. ജീവനക്കാരുടെ നല്ല പ്രവർത്തനങ്ങളെ മാനേജ്മെൻറ്റ് അംഗീകരിക്കുന്നത് അവരെ സംതൃപ്തരാക്കും, ഒരു സംശയവുമില്ല. അംഗീകാരം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ വൈകാരികമായി നമുക്ക് എന്തോന്ന് കിട്ടുന്ന ഫീലാണ് അല്ലേ. സ്വാഭാവികമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് അംഗീകാരം കിട്ടുമ്പോൾ, നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം കിട്ടുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അതാണ് അതിൽ പറയുന്നത്. പിന്നെ തൊഴിൽ സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തുക ഒക്കെ അതിൽ വരുന്നുണ്ട്. ജീവനക്കാരുടെ പങ്കാളിത്തം, ശാക്തീകരണമൊക്കെ പറഞ്ഞു. അടുത്തതാണ് നേതൃത്വം അല്ലേ. നേതൃത്വം എന്നൊക്കെ പറയപ്പെടുമ്പോൾ നമുക്കറിയാം അല്ലേ, നേതൃത്വം എന്ന് പറയപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊക്കെ ഓടി വരുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് അല്ലേ.
നേതൃത്വം എന്ന് വെച്ചാൽ എന്താണ്? ലീഡർഷിപ്പാണ് അല്ലേ? ലീഡർഷിപ്പ് ചെയ്യുന്ന ആരാണ്? ലീഡേഴ്സാണ് അല്ലേ? നല്ല നേതൃപാഠവുമുള്ള ആളുകളാണ് എന്ത് ചെയ്യുക? ഈ നേതാക്കളായിട്ടൊക്കെ വരിക അല്ലേ? മറ്റുള്ളവരെ സ്വാധീനിച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ആൾക്കാരായിരിക്കും വരിക അല്ലേ? മറ്റുള്ളവരെ സ്വാധീനിക്കാനും നല്ലവണ്ണം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ കഴിവുള്ള ആളുകളാണ് നേതൃത്വത്തിലേക്ക് വരിക അല്ലേ? ഒരു മാനേജർ എപ്പോഴും ഒരു ലീഡർ ആയിരിക്കണം. അയാൾ മുന്നിൽ നിന്നും നയിക്കണം. മറ്റുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി മുന്നിൽ നിന്നും നയിക്കുന്ന ഒരാളായിരിക്കണം ഒരു ലീഡർ, ഒരു മാനേജർ എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അല്ലേ ഇത് കൊടുത്തിട്ടുള്ള നേതൃത്വം കൊടുത്ത ആരാണ്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് മുന്നേ അങ്ങിങ്ങായി ചിതറിക്കിടന്നതായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. എന്നാൽ മഹാത്മാഗാന്ധിയുടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള വരവോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത്? സത്യത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് എന്ത് ചെയ്തത്? ഒരു ഉയർച്ച ഉണ്ടായതും അത് വളർന്നുകൊണ്ട് എന്ത് ചെയ്ത് അത് ശരിയായ രീതിയിലേക്ക് വന്നതും. ഓക്കെ, അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്കറിയാം ഈ നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അതുപോലെ ബിസിനസ് സ്ഥാപനത്തിൽ എന്ത് ചെയ്യും? എപ്പോഴും ഒരാൾ വേണം അല്ലേ? ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ആ കാര്യങ്ങൾ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നതിനായിട്ടുള്ള ആളുകളെ ആവശ്യമാണ്. ഓക്കെ, തീർച്ചയായിട്ടും അവർ ആവശ്യമാണ്. ആത്മവിശ്വാസത്തോടെയും ഉത്സാഹത്തോടെയും പണിയെടുക്കുന്നതിന് കീ ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നതിന് ഒരു മാനേജർക്കുള്ള ശേഷിയാണ് നേതൃത്വം. അപ്പോൾ എന്താണ്? ആത്മവിശ്വാസത്തോടെ ഉത്സാഹത്തോടെ പണിയെടുക്കുന്നതിന് കീ ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നതിന് ഒരു മാനേജർക്കുള്ള ശേഷിയാണ് നേതൃത്വം എന്നറിയപ്പെടുന്നത്. എന്താണപ്പോൾ? ആത്മവിശ്വാസത്തോടെ ഉത്സാഹത്തോടെ പണിയെടുക്കാൻ കീ ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നതിന് ഒരു മാനേജർക്കുള്ള ശേഷിയാണ് നേതൃത്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നേതൃത്വത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നുള്ളത്. നേതൃത്വം വ്യക്തിപരമായ പെരുമാറ്റ ഗുണമാണ്. ആളുകളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നുണ്ട്. രണ്ടോ അതിലധികമോ ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നു. അനുയായികളോ കീഴ്ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ നേതൃത്വമുള്ളൂ. ഒറ്റയ്ക്കില്ല. അനുയായികളോ കീഴ്ജീവനക്കാരോ ഉണ്ടാവും. നേതൃത്വം തുടർച്ചയായ ഒരു പ്രവർത്തനമാണ്. നേതൃത്വത്തിൻ്റെ ശൈലി സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവയൊക്കെയാണ് നേതൃത്വത്തിൻ്റെ സവിശേഷതയായിട്ട് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് നേതൃത്വം. അതുപോലെ മറ്റുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുത്താൻ നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. നേതാക്കളും അനുയായികളും തമ്മിൽ പരസ്പര ബന്ധമുണ്ടാവും. ഓർഗനൈസേഷൻ്റെ പൊതു ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. നേതൃത്വം ഒരു തുടർച്ചയായ പ്രക്രിയയാണ് എന്നുള്ള ഓർത്ത് വെക്കുക അല്ലേ? നേതൃത്വം തുടർച്ചയായ പ്രക്രിയയാണ്. നല്ലൊരു നേതാവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കും. ഒരു നേതാവിൻ്റെ അഭാവം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ആ സന്ദർഭത്തെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ ശിഥിലമാക്കും. സംശയമൊന്നുമില്ല. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് നമുക്ക് എടുക്കാം. കെ.എം. മാണി എന്ന് പറയുന്ന അനിഷേധ്യനായ ഒരു നേതാവ് ഉണ്ടായിരുന്നു അവർക്ക്. അന്ന് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിരുന്നു. അയാളുടെ തീരുമാനങ്ങളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് നമുക്ക് കണ്ടാലറിയാം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു യഥാർത്ഥത്തിലുള്ളൊരു നേതാവിൻ്റെ പോരായ്മ അവിടെയുണ്ട്. അതുകൊണ്ടാണ് ആ പാർട്ടിക്കകത്ത് ഇത്രയും പ്രശ്നങ്ങൾ. അപ്പോൾ എന്താണ്? നേതാവ് ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിന്യൂസ് ആയി തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം? പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത നേതൃത്വത്തിൻ്റെ പ്രാധാന്യമാണ് നോക്കുന്നത്. ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ലീഡർഷിപ്പ് ആവശ്യമാണ്. കൂട്ടായ പ്രവർത്തനത്തിന് പ്രേരക ശക്തിയാവുന്നത് ഇതാണ്, ലീഡർഷിപ്പാണ്. അതുപോലെ ജീവനക്കാരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു. തൊഴിൽ തർക്കങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ഒരു ലീഡർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തൊഴിൽ തർക്കങ്ങളൊക്കെ എന്ത് ചെയ്യുക? എളുപ്പത്തിൽ പരിഹരിക്കുവാൻ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നുണ്ട്. ജീവനക്കാർക്ക് എന്ത് ചെയ്യുന്നു? പരിശീലനം ലഭിക്കുന്നുണ്ട്. വ്യക്തിബന്ധങ്ങൾ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരിക്കും എന്ത്? ഒരു ലീഡർ എന്നറിയപ്പെടുന്നത്. ഒരു നല്ല നേതാവിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഒരുപാട് ഭൗതികമായിട്ടുള്ള അറിവുകൾ വേണം. അറിവും ബുദ്ധിശക്തിയുമുള്ള ആളായിരിക്കണം. ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള നല്ല ആത്മവിശ്വാസം ഉണ്ടാകണം. നല്ല വ്യക്തിത്വം ഉണ്ടാകണം. ഉത്തരവാദിത്ത ബോധം ഉണ്ടാകണം. അതുപോലെ തന്നെ മുൻകൈ എടുക്കാനുള്ള, ഇനീഷ്യേറ്റ് എടുക്കാനുള്ള, ഒരു കാര്യം മുൻകൈ എടുത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. നല്ല പെരുമാറ്റത്തിനുടമയാകണം. തീരുമാനങ്ങൾ യഥാസമയം എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അണികളെ പ്രചോദിപ്പിക്കാനുള്ള കഴിവുണ്ടാകണം.
ക്ഷമ, സ്ഥിരത എന്നിവ ഉണ്ടാകണം. ഇവയൊക്കെ എന്ത് ചെയ്യണം? ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അടുത്തതാണ് നേതൃശൈലികൾ. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. വിവിധ തരത്തിലുള്ള നേതൃശൈലികൾ ഉണ്ട്. 3 തരംതിരിക്കാം. സ്വേച്ഛാധിപത്യ രീതിയുണ്ട്, അതുപോലെ തന്നെ ജനാധിപത്യ രീതിയുണ്ട്, സ്വാതന്ത്ര്യം നൽകുന്ന രീതി. ഇങ്ങനെ 3 രീതികളാണുള്ളത്. സ്വേച്ഛാധിപത്യ രീതി എന്ന് വെച്ചാൽ ഒരു സ്വേച്ഛാധിപത്യ നേതാവ് ഉത്തരവുകൾ നൽകുകയും തൻ്റെ ജീവനക്കാർ ആ ഉത്തരവുകൾ അനുസരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതാണിത്. ഹിറ്റ്ലറെ പോലെ അല്ലേ? ഹിറ്റ്ലർ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു. അയാൾ തീരുമാനങ്ങൾ എടുക്കുകയും തൻ്റെ ഉത്തരവുകൾ എന്ത് ചെയ്യുന്നു? ജീവനക്കാർ അനുസരിക്കുകയില്ല, അവർ അത്തരത്തിൽ ചെയ്യുകയായിരുന്നു ചെയ്തത്. പിന്നെ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പങ്കാളിയാക്കുന്ന നേതാവ് എന്നുള്ള രീതിയിലാണ്. ഒരു ജനാധിപത്യവാദിയായ നേതാവ് എപ്പോഴും ആസൂത്രണം നടത്തുന്നതും തീരുമാനിക്കുന്നതും ജീവനക്കാരോട് ആലോചിച്ചിട്ടായിരിക്കും. അതാണ് തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എന്ത് ചെയ്യും? പങ്കാളികളാകാൻ അവർ ജീവനക്കാരെ പ്രചോദിപ്പിക്കുക. അതായത് നേരത്തെ പോലെയല്ല സ്വയം തീരുമാനമെടുക്കുകയല്ല, തീരുമാനമെടുക്കുന്ന സമയത്ത് ജീവനക്കാരെ കൂടി ഇതിലേക്ക് പരിഗണിക്കുന്നു. 3 സ്വാതന്ത്ര്യത്തിൽ ഇടപെടാത്ത അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകി ഭരിക്കുന്ന നേതാവ്. അത്തരമൊരു നേതാവ് അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല. ഒരധികാരവും ഈ നേതാവ് പ്രയോഗിക്കില്ല. സ്വാതന്ത്ര്യത്തിൽ ഇടപെടാത്ത അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകി ഭരിക്കുന്ന നേതാവാണെങ്കിൽ അനുയായികൾക്ക് അവരുടെ സ്വന്തം ലക്ഷ്യങ്ങളും അവ നേടാനുള്ള വഴികളും രൂപപ്പെടുത്തുന്നതിന് ഉയർന്ന സ്വാതന്ത്ര്യം നൽകുന്നു. അവരെ സഹായിക്കാനും ചുമതലപ്പെടുത്തിയിരിക്കുന്ന ചുമതല പൂർത്തിയാക്കാൻ ആവശ്യമായ വിവരങ്ങൾ നൽകാനും മാത്രമാണ് മാനേജർ ഉണ്ടാവുക. അയാൾ എന്ത് ചെയ്യുന്നു? ഡെലിഗേറ്റ് ചെയ്യുന്നു. തൻ്റെ ജോലിയെ വിവിധ വിഭാഗങ്ങളായി താഴെക്കിടയിലുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത നോക്കാം നമുക്ക് ആശയവിനിമയം. 4 ഘടകമാണ് ആശയവിനിമയം. ആശയവിനിമയം ആശയവിനിമയം എന്നാൽ ആശയങ്ങൾ കൈമാറൽ എന്നാണ് അർത്ഥം അല്ലേ? ആശയവിനിമയം എന്നാൽ ആശയം കൈമാറൽ എന്നാണ് അർത്ഥം. ലാറ്റിൻ പദമായ കമ്മ്യൂണിസ് എന്ന പദത്തിൽ നിന്നാണ് ഈ പദം ഉദ്ഭവിച്ചത്. ആശയവിനിമയത്തിലൂടെ ആശയങ്ങളും വസ്തുതകളും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആശയവിനിമയം വളരെ അനിവാര്യമാണ്. 2 അതിലധികമോ ആൾക്കാർ തമ്മിൽ വസ്തുതകൾ, ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, വികാരങ്ങൾ എന്നിവ കൈമാറുന്നതാണ് ആശയവിനിമയം. 2 അതിലധികമോ ആളുകൾക്കിടയിലൂടെ എന്ത് ചെയ്യുക? ആശയങ്ങളോ അഭിപ്രായങ്ങളോ വികാരങ്ങളോ വസ്തുതകളോ കൈമാറുന്നതാണ് ആശയവിനിമയം. ആശയവിനിമയ പ്രക്രിയയുണ്ട്. ആശയത്തിൻ്റെ സ്വഭാവം. ആശയവിനിമയത്തിന് കുറഞ്ഞ 2 പേര് വേണം. ആശയവിനിമയത്തിൻ്റെ കാതൽ ഒരു സന്ദേശമാണ്, മെസ്സേജാണ്. ആശയവിനിമയത്തിന് വിവിധ രൂപങ്ങളുണ്ട്. ആശയവിനിമയം ലിഖിതമോ അതായത് എഴുത്ത് രൂപത്തിലോ, വാചികമോ വാക്കാലെയോ, ആംഗികമോ ഗസ്റ്റേഴ്സ് ആംഗ്യങ്ങളിലൂടെയോ ഒക്കെ ആവാം. ആശയവിനിമയം ഒരു തുടർ പ്രക്രിയയാണ് എന്ന് പറയാം. അടുത്ത നമുക്ക് നോക്കാം ആശയവിനിമയ പ്രക്രിയയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ആശയവിനിമയ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ താഴെ പറയുന്നു. 1 പ്രേക്ഷിതൻ അഥവാ പ്രേക്ഷകൻ എന്നുള്ളതാണ്. പ്രേക്ഷകൻ എന്നാൽ സ്വീകർത്താവിന് തൻ്റെ ചിന്തകളോ ആശയങ്ങളോ അറിയിക്കുന്ന വ്യക്തി എന്നുള്ളതാണ്. ആരിൽ നിന്നാണോ ഒരു സന്ദേശം പുറപ്പെടുന്നത് ആ വ്യക്തിയാണ് പ്രേക്ഷകൻ. അടുത്തതോ സന്ദേശം. ആശയവിനിമയം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ആശയങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും ഉള്ളടക്കമാണ് ഇത് സന്ദേശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് എൻകോഡിംഗ്. വാക്കുകൾ, ചിത്രങ്ങൾ, ആംഗ്യങ്ങൾ മുതലായ ആശയവിനിമയ ചിഹ്നങ്ങളായി സന്ദേശത്തെ പരിവർത്തനം ചെയ്യുന്നു. അതായത് നമ്മുടെ സന്ദേശം വാക്കാലായിരിക്കും, ആ എഴുത്ത് രൂപത്തിലുള്ളതിന് എന്ത് ചെയ്യുന്നു? വാക്കുകളോ ചിത്രങ്ങളോ അല്ലെങ്കിൽ ആംഗ്യങ്ങളോ ഷേപ്പുകളോ ഒക്കെ ആക്കി മാറ്റുന്നു, ചിഹ്നങ്ങളോ ഒക്കെ ആക്കി മാറ്റുന്നു. ഓക്കെ, ചിഹ്നങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് മാധ്യമം എന്നറിയപ്പെടുന്നത്. എൻകോഡ് ചെയ്ത സന്ദേശം റിസീവറിലേക്ക് അതായത് ആ സ്വീകരിക്കുന്ന വ്യക്തിയിലേക്ക് കൈമാറുന്ന പാതയാണിത്. മുഖാമുഖം, ഫോൺ കോള്, ഇൻ്റർനെറ്റ് തുടങ്ങിയവയ്ക്ക് ആവാം. അടുത്തത് ഡീകോഡിംഗ്. അയച്ചയാളുടെ എൻകോഡ് ചെയ്ത ചിഹ്നങ്ങൾ പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണിത്. അതായത് എന്ത് ചെയ്യുന്നു? നേരത്തെ ചിഹ്നങ്ങളായിട്ടാണ് അയച്ചത്, ഇത് പഴയ രൂപത്തിലേക്ക് വാക്കുകളൊക്കെ ആക്കി ചിത്രങ്ങളൊക്കെ ആക്കി മാറ്റുന്ന പ്രക്രിയയാണിത്. സ്വീകർത്താവ്. അയച്ചയാളുടെ ആശയവിനിമയം സ്വീകരിക്കുന്ന വ്യക്തിയാണ് സ്വീകർത്താവ്. ലാസ്റ്റ് 1 ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പ്രതികരണം. പ്രേക്ഷകൻ്റെ സന്ദേശം തനിക്ക് ലഭിച്ചുവെന്നും മനസ്സിലാക്കിയിട്ടുണ്ടെന്നും സൂചിപ്പിക്കുന്ന സ്വീകർത്താവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും ഇതിൽ ഉൾക്കൊള്ളുന്നവയാണ് അവ.
ആശയവിനിമയത്തിന് എന്തെങ്കിലും തടസ്സം അല്ലെങ്കിൽ ബുദ്ധിമുട്ടിനെയാണ് ബഹളം എന്നറിയപ്പെടുന്നത്. ബഹളത്തിൻ്റെ ഉദാഹരണത്തിന് എൻകോഡിങ്, തെറ്റായ ചിഹ്നങ്ങളൊക്കെ, മോശം ടെലിഫോൺ കണക്ഷനൊക്കെ ഉണ്ടാവും. ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യം. മാനേജ്മെൻറ്റ് ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഏകോപനത്തിൻ്റെ അടിസ്ഥാന ഘടകമായി പ്രവർത്തിക്കുന്നുണ്ട്, ഒരു സ്ഥാപനത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട് ഒക്കെയാണ്. മാനേജ്മെൻറ്റ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു, സഹകരണവും വ്യാവസായികവും സമാധാനവും പ്രോത്സാഹിപ്പിക്കുന്നു, ഫലപ്രദമായ നേതൃത്വം സ്ഥാപിക്കുന്നു, മനോവീര്യം വർദ്ധിപ്പിക്കുന്നു, പ്രചോദനം നൽകുകയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഔപചാരിക ആശയവിനിമയമെന്നും അനൗപചാരിക ആശയവിനിമയമെന്നും ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഔപചാരിക ആശയവിനിമയത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. സ്ഥാപനത്തിൻ്റെ ഘടനയ്ക്കനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച പാതയിലൂടെ നടക്കുന്ന ആശയവിനിമയമാണ് ഔപചാരികമായ ആശയവിനിമയം. മേലുദ്യോഗസ്ഥരും കീഴ്ജീവനക്കാരും മേലുദ്യോഗസ്ഥരും തമ്മിൽ, ഒരേ തട്ടിലുള്ള മേധാവികൾ തമ്മിൽ, ഒരു കൂട്ടം തൊഴിലാളികൾ തമ്മിൽ നടത്തുന്ന ആശയവിനിമയമാണ് ഇത്. ഓക്കെ, എന്താ പറഞ്ഞത്? ഒരു സ്ഥാപനത്തിലുള്ള മേലുദ്യോഗസ്ഥരും താഴെക്കിടയിലുള്ള ആളുകളൊക്കെ തമ്മിലുള്ളതും എന്താണ്? അത്തരത്തിലുള്ള ആശയവിനിമയമാണെങ്കിലും അത് പറ്റും. ഈ ഔപചാരിക ആശയവിനിമയത്തെ രണ്ട് തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ലംബമായതും തിരശ്ചീനമായതുമായിട്ടുള്ള ആശയവിനിമയം എന്നാണ്. ലംബമായ ആശയവിനിമയം എന്ന് വെച്ചാൽ മേൽപോട്ടുള്ളത്, കീഴ്പോട്ടുള്ളത് എന്നിങ്ങനെ രണ്ട് തരംതിരിക്കാം അല്ലേ. തിരശ്ചീനമായ ആശയവിനിമയം എന്ന് പറഞ്ഞാൽ ഒരേ വിഭാഗത്തിൽ ഒരേ തലത്തിലുള്ള, അതായത് ടോപ്പ് ലെവലിലാണെങ്കിൽ ഉയർന്ന തലത്തിലുള്ള ആളുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക. പിന്നെ മധ്യതലത്തിലുള്ള ആളുകളുമായിട്ട്, അതായത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അതുപോലെ ലോവർ ലെവലിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ തലത്തിലുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്യുക. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അത് പറയുന്നത്. ഓക്കെ, തിരശ്ചീനമായിട്ട് പറയുമ്പോൾ രണ്ട് വിഭാഗങ്ങളിൽ ഒരേ തരത്തിലുള്ള ജീവനക്കാർ തമ്മിലുള്ള ആശയവിനിമയമാണ് തിരശ്ചീനമായിട്ടുള്ളത്. മറ്റേത് മുകളിലേട്ടും താഴോട്ടുമുള്ളതാണ് എന്നുള്ളത് ഓർത്തുവെക്കുക. ഔപചാരിക ആശയവിനിമയത്തിൽ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഏക ശൃംഖല, ഒരു മേലധികാരിയും തൻ്റെ ജീവനക്കാരും തമ്മിൽ ആശയവിനിമയം നടത്തുന്ന ശൃംഖലയാണ് ഏക ശൃംഖല. ചാക്രിക രൂപത്തിലുള്ളത് എന്ത് ചെയ്യുന്നു? ഒരു മേധാവിയുടെ കീഴിലുള്ള എല്ലാ ജീവനക്കാരും അദ്ദേഹത്തിലൂടെ മാത്രം ആശയവിനിമയം നടത്തുന്നതാണിത്. വൃത്താകൃതി എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും തൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് വ്യക്തികളുമായിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നതാണിത്. സ്വതന്ത്ര ശൃംഖല എന്ന് വെച്ചാൽ ഈ ശൃംഖലയിൽ ഓരോരുത്തരും മറ്റുള്ളവരുമായി സ്വതന്ത്രമായി ആശയവിനിമയം നടത്താവുന്നതാണ്. വിപരീതമായ വി മാതൃകയാണ് അടുത്തത്. ഒരു ആശയവിനിമയ രീതിയിൽ ഒരു കീഴ് ജീവനക്കാരന് അയാളുടെ തൊട്ടു മുകളിലുള്ള മേധാവിയോടും അതിന് മുകളിലുള്ള മേലുദ്യോഗസ്ഥനോടും ആശയവിനിമയം നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അടുത്തതാണ് അനൗപചാരികമായിട്ടുള്ളത്. ഔപചാരികം എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ ഘടനാപരമായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നത്, അതായത് ഒരു മാനേജറും അയാളുടെ സബോർഡിനേറ്റും തമ്മിലുള്ള ആശയവിനിമയമാണ് ഉദ്ദേശിക്കുന്നത്. അനൗപചാരിക ആശയവിനിമയം അല്ലേ, അതിന് നമ്മൾ വേറെ വാക്ക് പറയാറുണ്ട്. അനൗപചാരികം എന്ന് പറയുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഗ്രേപ്പ് വൈൻ അല്ലേ, മുന്തിരിവള്ളി ആശയവിനിമയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് കൃത്യമായ ഘടനയില്ലാത്ത ഒരു ആശയവിനിമയമാണിത്. ഔപചാരിക ആശയവിനിമയ മാർഗ്ഗങ്ങൾ പാലിക്കാതെ നടക്കുന്ന ആശയവിനിമയത്തെ അനൗപചാരിക ആശയവിനിമയമാണെന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ഥാപനത്തിലെ ടീച്ചറും അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റും ക്ലാസ് എടുക്കുമ്പോൾ ഉള്ളത് ഔപചാരികമായ ഒരു ആശയവിനിമയമാണ്. എന്നാൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കുട്ടിയും ടീച്ചറും പുറത്തൂടെ പോകുമ്പോൾ അവർ സംസാരിക്കുന്നത് ഏത് തലത്തിലാണ്? അത് അനൗപചാരികമാണ്. അത്തരത്തിൽ ഓർത്തു വെക്കുക. അനൗപചാരിക ചാനലിലൂടെ ചർച്ച ചെയ്യുന്നതാണ് അത്. അനൗപചാരിക ആശയവിനിമയ ശൃംഖല അല്ലെങ്കിൽ മുന്തിരിവള്ളി ആശയവിനിമയ ശൃംഖല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒറ്റച്ചരട് ശൃംഖലയുണ്ട്. അതായത് ഒറ്റച്ചരട് ശൃംഖലയിൽ ഓരോ വ്യക്തിയും ഒരു പ്രത്യേക ക്രമത്തിൽ പരസ്പരം ആശയവിനിമയം നടത്തും. ഗോസിപ്പ് ശൃംഖലയുണ്ട്. ഇതിലൊരു വ്യക്തി ഒരു കൂട്ടം വ്യക്തികളോട് ആശയവിനിമയം നടത്തും. അനുമാന ശൃംഖലയുണ്ട്. ഇതിൽ ഓരോ വ്യക്തിയും പ്രത്യേക ക്രമമോ സ്ഥാനമോ ഇല്ലാതെ എല്ലാവരോടും ആശയവിനിമയം നടത്തും. ഗണശൃംഖലയുണ്ട്. ഇതിൽ താൻ വിശ്വസിക്കുന്ന ആളുമായി മാത്രം ആശയവിനിമയം നടത്തുന്നുണ്ട്. ആശയവിനിമയത്തിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. പദസംബന്ധമായ തടസ്സങ്ങൾ, സന്ദേശങ്ങൾ മോശമായി ആവിഷ്കരിക്കുന്നതാണ് ഒന്നാമത്തേതിൽ. വ്യത്യസ്ത അർത്ഥമുള്ള ചിഹ്നങ്ങൾ, പദങ്ങൾ ഉപയോഗിക്കുന്നത്, തെറ്റായ വിവർത്തനങ്ങൾ നടത്തുന്നത്, വ്യക്തമാക്കാത്ത അനുമാനങ്ങൾ, സാങ്കേതിക പദപ്രയോഗങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നം, ശരീരഭാഷയും ആംഗ്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ മനഃശാസ്ത്രപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും. അപക്വമായ വിലയിരുത്തൽ, നമ്മൾ പറഞ്ഞ സന്ദേശം ആളുകൾ എന്ത് ചെയ്യുക, മോശമായ രീതിയിൽ വിലയിരുത്തുന്നത്, മുൻവിധികളോടെ വിലയിരുത്തുന്നത്. അതുപോലെ ശ്രദ്ധക്കുറവ്, സ്വീകർത്താവിൻ്റെ ശ്രദ്ധയില്ലായ്മ ആശയവിനിമയം ഫലവത്താക്കാതെ വന്നേക്കാം. പ്രസരണ നഷ്ടവും ഓർമ്മക്കുറവും. രാജ്യത്തിൻ്റെ സന്ദേശങ്ങൾ സ്ഥാപനത്തിൻ്റെ പല തലങ്ങളുണ്ട്.
ആശയവിനിമയത്തിൽ ആശയത്തിന് ശോഷണം സംഭവിക്കാതെ നമ്മൾ പറഞ്ഞ കാര്യം അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുക, പറഞ്ഞ രീതിയിലല്ലാതെ ആയി മാറുക. അതുപോലെ അവിശ്വാസം, അയച്ചയാളും സ്വീകർത്താവും തമ്മിലുള്ള അവിശ്വാസം ഒരു തടസ്സമായി പ്രവർത്തിക്കുന്നു. പാർട്ടികൾ പരസ്പരം വിശ്വസിക്കുന്നില്ലെങ്കിൽ പരസ്പരം സന്ദേശം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സ്ഥാപനത്തിൻ്റെ ഘടനാപരമായിട്ടുള്ള തടസ്സങ്ങൾ ഒരുപാടുണ്ടാവും ആശയവിനിമയത്തിൽ. സ്ഥാപനത്തിൻ്റെ നയങ്ങൾ, നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ, അതുപോലെ മേലധികാരിയുടെ ഉയർന്ന പദവി, അതുപോലെ സങ്കീർണമായ സ്ഥാപനത്തിൻ്റെ ഘടന, സ്ഥാപനപരമായ സൗകര്യങ്ങളുടെ കുറവ്, ഇതൊക്കെ ബാധിച്ചേക്കാം. വ്യക്തിപരമായിട്ടും ചില തടസ്സങ്ങളുണ്ടാവും. അധികാരത്തിന് വെല്ലുവിളിയാകുമെന്ന ഭയം, തൻ്റെ കീഴ് ഉദ്യോഗസ്ഥരുടെ മേലുള്ള വിശ്വാസക്കുറവ്, സന്നദ്ധതയില്ലായ്മ, ശരിയായ പ്രോത്സാഹനങ്ങളുടെ അഭാവം എന്നിവയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകും. ആശയവിനിമയം ഫലവത്താക്കുന്നതിന്, കാര്യക്ഷമതമായി വർദ്ധിപ്പിക്കുന്നതിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. സ്വീകർത്താവിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആശയവിനിമയം നടത്തുക. ആർക്കാണോ നമ്മൾ വിവരം കൈമാറേണ്ടത് അയാളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുക. ആശയവിനിമയം നടത്തുന്നതിന് മുന്നേ മറ്റുള്ളവരുമായി ബന്ധപ്പെടുക. ഭാഷകൾ, സ്വരം, സന്ദേശത്തിൻ്റെ ഉള്ളടക്കം എന്നിവയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. സ്വീകർത്താവിനെ സഹായിക്കുന്നതും മൂല്യവത്താവുകയും ആയിരിക്കണം. ശരിയായ പ്രതികരണം ഉറപ്പാക്കുക. വർത്തമാനകാലത്തിനും ഭാവിയിലേക്കും വേണ്ടിയുള്ളതാവണം ആശയവിനിമയം. ആശയവിനിമയങ്ങൾ തുടർ നടപടികൾ ഉള്ളതാവണം. നല്ല ശ്രോതാവായിരിക്കുക, നല്ലൊരു ലിസണർ ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന അധ്യായത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത ഒരു ചാപ്റ്ററോട് കൂടിയിട്ട് മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, എടുത്ത് കഴിയും. ഓക്കെ.